ഉന്മാദത്താൽ എരിഞ്ഞമർന്ന പകലുകൾക്കൊടുവിൽ, സൗഹൃദലഹരിയിൽ മുങ്ങിത്താഴ്ന്ന രാവുകൾക്കപ്പുറം, പകയുടെ ചൂടും ചൂരുമേറ്റ് ഉറങ്ങാതുണർന്നിരുന്ന രാപ്പകലുകൾക്കൊടുവിൽ കാലവും കലാലയവും പറയുന്ന കഥ. കുറേയേറെ വർഷങ്ങൾക്ക് ശേഷം നീ വന്നിരിക്കുന്നു. കാത്തിരിക്കുകയായിരുന്നു നിന്റെ വരവിനായി. ഇക്കാലമത്രയും എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്ന സക്രിയ പോത്തൻ ഇന്നിവിടെ അവസാനിക്കുകയാണ് എന്നേക്കുമായി. ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. പരിസരവാസികളാകെ പരിഭ്രാന്തിയിലാണ്. കൂടുതൽ വാർത്താചിത്രത്തിലേക്ക്. ഇന്നലെ രാത്രി ചർച്ച് റോഡിന് മുന്നിലാണ് കൊലപാതകം നടന്നത്. ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു. സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. സർ, സ്പോട്ടിൽ നിന്ന് ഒരു ഫോറിൻ തോക്കും ഒരു ലോഡ്ജ് മുറിയുടെ താക്കോലും കിട്ടിയിട്ടുണ്ട്. വ്യവസായ പ്രമുഖനും വിദേശ മലയാളിയുമായ അരവിന്ദ് മേനോൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ചർച്ച് റോഡിന്റെ വിജനമായ ഭാഗത്ത് അദ്ദേഹത്തിന്റെ കാറിന് സമീപം വെടിയേറ്റ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്.
മുംബൈ CST, എറണാകുളം ജംഗ്ഷൻ. എന്നാ അയാളിവിടെ റൂം എടുത്ത്? 2 ദിവസം മുമ്പാണ് സാർ റൂം എടുത്തത്. അയാളുടെ മുഖം ഓർമ്മയുണ്ടോ? ഇല്ല സാർ. സാർ ഇവൻ രാവിലെ തന്നെ കള്ളാണ് സാർ. ഹായ് അമല. ഹായ്. മോർണിംഗ്. അരവിന്ദ് മേനോൻ കൊലക്കേസിന്റെ എക്സ്ക്ലൂസീവ് സ്റ്റോറി മറ്റ് ചാനലുകാർക്ക് കിട്ടുന്നതിന് മുമ്പേ നമ്മൾ ചെയ്തിരിക്കണം. നിങ്ങൾക്കറിയാലോ, റേറ്റിംഗിൽ മറ്റ് ചാനലുകളെക്കാൾ നമ്മൾ മുന്നിട്ട് നിൽക്കുന്നത് ഇത്തരം സ്റ്റോറികൾ കവർ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. ഒരേ മുഖം തിരഞ്ഞു നാം ഒരേ മുഖം ആരാണിയൊരുവൻ ഒരേ മുഖം തിരഞ്ഞു നാം ഒരേ മുഖം ആരാണിയൊരുവൻ കാവൽ നിൽക്കും കാണാക്കണ്ണിൽ കാലം നൽകും ജനിയും മൃതിയും മാറ്റും നമ്മൾ ചേരുവതെന്തിന് നാം ഒരുപോലൊരു യാത്രയിൽ ഈ വഴി കാവൽ നിൽക്കും കാണാക്കണ്ണിൽ കാലം നൽകും ജനിയും മൃതിയും മാറ്റും നമ്മൾ ചേരുവതെന്തിന് നാം ഒരുപോലൊരു യാത്രയിൽ ഈ വഴി മൂന്നാം നാളുയിരിടുവാൻ ആരാണിവരൊരുവൻ ഒരേ മുഖം തിരഞ്ഞു നാം ഒരേ മുഖം ആരാണിയൊരുവൻ ഒരേ മുഖം തിരഞ്ഞു നാം ഒരേ മുഖം. കേരള രാജ്യത്ത് നിന്ന് വിട്ടെങ്കിലും മാധവേട്ടൻ ഇപ്പോൾ നല്ല കോണ്ടാക്ടാ. അത് വായിക്കപ്പെടേണ്ട ഒരു പുസ്തകം. ചേട്ടാ, ഇത് അമല, DTVയിലെ റിപ്പോർട്ടറാ. ഹലോ സർ. ഈ അരവിന്ദ് മേനോൻ കൊലക്കേസിനെ പറ്റി എക്സ്ക്ലൂസീവ് ആയിട്ടൊരു സ്റ്റോറി ചെയ്യാൻ സാർ ഞങ്ങളൊന്ന് സഹായിക്കണം. അമല, ട്രെയിനിങ് പീരീഡിലെ ആവേശമൊക്കെ പതിവാ. തുടക്കകാലത്ത് ഞാനും അതെ. അതിരിക്കട്ടെ, അല്ല, ആരാ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ? Yes, come in. സർ, സൈബർ സെല്ലിൽ നിന്നും അരവിന്ദ് മേനോന് വന്ന കോളുകളുടെ ലിസ്റ്റ്. സർ, ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ള ആളുകളൊക്കെ ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അറിയാ, അതല്ലേ ഞാൻ സാറിനെ തന്നെ തേടി വന്നത്. വിത്തൗട്ട് എന്ന് പറഞ്ഞിട്ട് ഇതിൽ മധുരണ്ടല്ലോ. ഇനി ബംഗാളി പഠിക്കേണ്ടി വരും. അരവിന്ദൻ കൊലക്കേസിൽ ഇവിടുത്തെ കൊട്ടേഷ സംഘങ്ങൾക്ക് ഒരു പങ്കുമില്ലാന്ന് എനിക്ക് കിട്ടിയ വിവരം. സംഗതി സോളിഡ്. അരവിന്ദ് മേനോൻ കൊലക്കേസ് പോലീസ് 2 ആഴ്ചയായി ഇരുട്ടിൽ തപ്പുന്നു. അരവിന്ദ് മേനോന് വന്ന ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഞാനത് മറന്നു. ഇത് അരവിന്ദ് മേനോൻ കൊല്ലപ്പെട്ടതിന് ശേഷം അയാളെപ്പറ്റി ഞാൻ അന്വേഷിച്ചറിഞ്ഞ വിവരങ്ങളാണ്. ഒപ്പം കോൾ ലിസ്റ്റും ഉണ്ട്. സർ, ഈ കൊല്ലപ്പെടുന്ന ദിവസം അരവിന്ദ് മേനോൻ അവസാനമായിട്ട് വന്ന ഫോൺ കോൾ ഒരു സക്കറിയ പോത്തന്റേതാണ്. ഈ സിം കാർഡ് എടുത്തിരിക്കുന്നത് മുംബൈയിൽ നിന്നാണ്. നമുക്ക് ലോഡ്ജിൽ നിന്ന് കിട്ടിയ റെയിൽവേ ടിക്കറ്റിന്റെ റിസർവേഷൻ ഫോമിൽ ഇതേ പേരും അഡ്രസ്സും തന്നെയാണ്. So, what holds you back? Arrest him immediately. സർ, there is a problem. What is the problem? Tell me. 80കളിൽ കോളിളക്കം സൃഷ്ടിച്ച എസ്റ്റേറ്റ് ഇരട്ട കൊലപാതക കേസിൽ കേരള പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പിടികിട്ടാപ്പുള്ളിയാണ് സാർ ഈ സക്കറിയ പോത്തൻ. Oh, I see. സക്കറിയ പോത്തൻ തന്നെയാണ് ഈ കൊലപാതകത്തിന്റെ പിന്നിലെന്ന് തനിക്കെന്താ എത്ര ഉറപ്പ്?
അരവിന്ദ മേനോൻ കൊല്ലപ്പെടുന്നതിന് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് അകാലത്തിൽ മരണമടഞ്ഞ തന്റെ സുഹൃത്തുക്കളുടെ ഓർമ്മയ്ക്കായി ഒരു സമൂഹ വിവാഹം നടത്താൻ തീരുമാനിച്ചിരുന്നു. അരവിന്ദ മേനോന്റെ സഹപാഠികളെ വർഷങ്ങൾക്ക് മുമ്പ് കൊലപ്പെടുത്തി ഒളിവിൽ പോയ പിടികിട്ടാ പുള്ളിയാണ് ഈ പറയുന്ന സക്കറിയ പോത്തൻ. ഇവരെല്ലാരും ഒരേ കാലഘട്ടത്തിൽ കോളേജിൽ പഠിച്ചിരുന്നവരാണ്. മാത്രമല്ല, എസ്റ്റേറ്റ് ഇരട്ട കൊലപാതക കേസിൽ സക്കറിയ പോത്തിനെതിരെ മൊഴി കൊടുത്തവരിൽ പ്രധാനിയാണ് കൊല്ലപ്പെട്ട അരവിന്ദ മേനോൻ. പോലീസിന് അന്നേ ഈ കേസ് ഒരു കീറാമുട്ടിയായിരുന്നു. കേരള രാജ്യത്തിന് വേണ്ടി ഞാനും ഒരു ഫീച്ചർ ചെയ്തതാ, എ ബ്രില്യൻ ക്രിമിനൽ. ഒളിവിലായിരുന്ന സമയത്ത് സക്രിയ ഫ്രണ്ട്സിന് കത്തുകളും കാർഡുകളും ഒക്കെ അയച്ചിരുന്നു. അത് മണത്ത് ഞാനും പോലീസും കുറെ അലഞ്ഞതാ. ഒടുവിൽ ബോംബെയിൽ എവിടെയോ ആരോ കണ്ടെന്ന് ഒരു ശ്രുതി കേട്ടു. പിന്നീട് കണ്ടവരെക്കുറിച്ചും സക്രിയെക്കുറിച്ചും ഒരറിവുമില്ല. അരവിന്ദ മേനോൻ അവസാനമായി വന്ന ഫോൺ കോളിന്റെ മുംബൈയിലുള്ള അഡ്രസ് പരിശോധിച്ചപ്പോ കുറച്ചുനാൾ മുമ്പ് ഒരാൾ അവിടെ താമസിച്ചിരുന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തോ ഒരു മിസ്സിംഗ്. എനിക്ക് തുടങ്ങേണ്ടത് അവിടെ നിന്നാണ്. സക്രിയ പോത്തിനും സുഹൃത്തുക്കളും ആഘോഷമാക്കിയ ആ ക്യാമ്പസിൽ നിന്ന്. സെന്റ് തോമസ് കോളേജിലെ അക്കാലത്തെ സ്റ്റുഡന്റ് ആയിരുന്നു വർഗീസ്. 2, 3. Yes. കൊല്ലപ്പെട്ട അരവിന്ദ മേനോന്റെ സഹപാഠികളായിരുന്നല്ലോ ഈ സക്രിയ പോത്തിനും അയാൾ കൊലപ്പെടുത്തിയ മറ്റു രണ്ടുപേരും. ഇവരും അരവിന്ദ മേനോനും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയായിരുന്നു? സക്കറിയും അരവിന്ദനും സുഹൃത്തുക്കളായിരുന്നു. സക്കറിയെ കൊല ചെയ്തവരിൽ ഒരാൾ സക്കറിയുടെ സുഹൃത്തും മറ്റൊരാൾ എന്റെ ക്ലാസ്മേറ്റും ആയിരുന്നു. ഞാൻ കോളേജിൽ ചേർന്ന് തന്നെ യൂണിവേഴ്സിറ്റി ടീമിൽ കളിക്കാൻ വേണ്ടിയായിരുന്നു. ക്യാമ്പസ് സെലക്ഷനും സെമസ്റ്റർ എക്സാമും ടെൻഷൻ അടിപ്പിക്കാത്ത ആ പഴയ ക്യാമ്പസ് കാലത്തേക്ക് ഹിപ്പിയും ബെൽബോട്ടം പാൻസും പടിയിറങ്ങി മീശയും സിഗരറ്റും ബുള്ളറ്റും പൗരുഷത്തിന്റെ അടയാളങ്ങളായി കൊണ്ടു നടന്ന 80കൾ. സെന്റ് തോമസ് കോളേജിലെ എന്റെ ആദ്യ ദിവസം എന്നെ വരവേറ്റത് കൊല്ലപ്പെട്ട അരവിന്ദ മേനോനായിരുന്നു. അതെ, ഈ ഫസ്റ്റ് ഇയർ BA മലയാളം ക്ലാസ് ആണെന്നറിയോ? ഞാൻ പറഞ്ഞാ മതിയോ? വാ ചോദിക്കട്ടെ, എന്താ മോന്റെ പേര്? വർഗീസ്. വർഗീസ് നല്ല പേരാണല്ലോ. അപ്പൊ വർഗീസിന് മലയാളം പഠിക്കണം. മലയാളം പഠിക്കാൻ നല്ലൊരു സ്ഥലമുണ്ട്. ഏതാണെന്നറിയോ? ഇല്ല, ഇവിടെ. നാലാമത്തെ കൽപ്പന വായിക്കടി. ജൂനിയേഴ്സ് എല്ലാരും മീശ പഠിച്ചിരിക്കണം. മനസ്സിലായല്ലോ? നിന്നോടാ ചോദിച്ച മനസ്സിലായോന്ന്? എന്താ മീശ മീശ പഠിക്കണം? എന്നാ മോൻ പറഞ്ഞ പണി പോയി ചെയ്യ്. എന്ന് പഠിച്ചിട്ട് വാടാ. പഠിക്കുമ്പോ മുഴുവനായി പഠിക്കണം. ചെക്കിംഗ് ഉള്ളതാ പിന്നെ, കേട്ടാ? ചെല്ല്. എന്താണ് നിന്റെ പേര്? രമ. നിന്റെയോ? രാമൻ. ഭാമ. എന്താ? ഗായത്രി. പേര് പറടാ. ജേക്കബ് സ്റ്റീഫൻ. ജേക്കബ് സ്റ്റീഫൻ ഇങ്ങ് പോരട്ടെ. ആവോ. എന്നാടാ കട്ടയാണല്ലോ. കൊള്ളാല്ല. മൊത്തം പഠിച്ചോ? ഇവിടെ പോയി. സുന്ദരനായല്ലോ. അവിടെ പോയി നിൽക്ക്. ജേക്കബ് സ്റ്റീഫന് നമ്മളിപ്പോ എന്താ കൊടുക്ക? ഇതെന്താ? ബ്ലേഡ്. ബ്ലേഡ്. ഇത് നമ്മളിങ്ങനെ ഇത് നീ എടുക്കുന്നു. എടുക്ക്. അങ്ങനല്ല, ഇതിവൻ നാക്ക് കൊണ്ട്
നക്കിയെടുക്കുന്നു. എടുക്കൂ, വേഗം എടുക്കണം. എടുക്കടാ. എന്തോടാ അനുസരണക്കേട് എനിക്കിഷ്ടമല്ല. പിന്നെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനുള്ള ഒരിടമല്ല. സക്രിയ പോത്തൻ, ഇതെന്റെ ക്യാമ്പസ്. എന്താടി നിന്റെ പേര്? മേരി. എസ്റ്റേറ്റ് കൊലപാതക കേസിൽ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴിയിൽ നിങ്ങളുടെ പേര് മേരി എന്നാണല്ലോ. സർ, പ്രൊഫഷൻ, അതുകൊണ്ട് ആൻമരിയാന്ന് മാറ്റിയത്. അരവിന്ദനും സക്കറിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? ഇല്ല, അവർ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. ഇന്ന് സമരമടിയും ബഹളമൊക്കെയാണോ? അങ്ങനെയൊന്നുമില്ല, നമ്മളതൊന്നും ശ്രദ്ധിക്കാതിരുന്നാ മതി. ഗുഡ് മോർണിംഗ് എന്റെ കുട്ടി. മോർണിംഗ്. മേരിക്കുട്ടി എന്ത് പറയുന്നു? അവള് വിട്ടേക്ക് സക്രിയ. അയ്യോ, ഞാൻ ചുമ്മാ ചോദിച്ചാണേ, ഇവിടെ പരിചയപ്പെടാൻ. അതല്ല, അവള് വിട്ടേക്ക്. ഓക്കേ, പോട്ടെ. അതെ, നീ എന്താലോചിച്ച് നടക്ക? അത് വിശ്വനാഥൻ അങ്കിളിന്റെ അച്ഛനെ അറിയോ? പിന്നെ എന്റെ അച്ഛനെ കാണാൻ ഇടയ്ക്ക് വീട്ടിൽ വരാറുണ്ട്. അപ്പൊ പറഞ്ഞിരുന്നു താൻ ഇവിടെ പഠിക്കുന്ന കാര്യം. ശരി എന്നാ. ശരി ചേട്ടാ, പറ്റിലെഴുതിക്കോ. നിന്റെ പറ്റെഴുതി 200 രൂപേന്റെ ബുക്ക് തീർന്നുവിടാ. ശശിയേട്ടാ, ഒരു ഉണ്ട എടുക്കണ്ട. ഈയിടെയായിട്ട് നിന്റെ ഉണ്ട തീറ്റിച്ച് കൂടുന്നുണ്ട് കേട്ടോ. ചെറിയ ഉണ്ടല്ലേട്ടാ. എന്തുവാണ് ഒരു ഉണ്ട തിന്നാൻ പോലും സമ്മതിക്കൂല. എന്ത് നിനക്ക് എന്തിനാണ് അവന്റെ ചായ? അതോ, അവന്റെ മുഖത്തെ ആ ശോകം കാണാൻ. കണ്ട കണ്ട, ആ വന്നല്ലോ. തങ്കഭസ്മക്കൂറിയിട്ട തമ്പുരാട്ടി, നിന്റെ തിങ്കളാഴ്ച നോയമ്മിന്ന് മുടക്കും ഞാൻ. തിങ്കളാഴ്ച മുടക്കണോ ചൊവ്വാഴ്ച മുടക്കണോ എന്ന് ഞാൻ നോക്കിക്കോളാം. അനിയ തങ്കത്തിനിട്ട് കൂടുതലങ്ങ് ഉരയ്ക്കണ്ട. ആ ഇട് സമ്മാനം നോട്ടൊന്നും ഇല്ലടാ ഇറക്കാ. നിന്റെ ഇവിടെ ഇതില്ലെന്നാ. ഇതെനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനൊന്നും അല്ല. നിന്റെ പിന്നാലല്ലേ പ്രകാശ് നടക്കുന്നു. ഇന്നത്തെ പിരിവെന്തിനാ? ഇന്നത്തെ പിരിവ് യൂണിയൻ ആഗ്രഹിച്ചു. നീ കാശെടുത്തി. നീ ഇതൊന്നും കൊടുക്കണ്ടടി. ഇവന് സിൽക്കിന്റെ പടം കാണാനാ. നടക്കട്ടെ. രാത്രി കോൾമയില് കൊള്ളുമ്പോ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് വാ. ഏരപ്പ തെണ്ടി. തുളസി നിക്ക്. തുളസി പിന്നെ നിക്ക്. ഫസ്റ്റ് ഇയർ അല്ലേ, സംഭാവന തന്നിട്ട് പോയാ മതി. ഇട്. വേഗം എടുക്ക്. അതെ, സംഭാവന ഇട്ടുകൊണ്ട് ഫ്രീ ആയിട്ട് ഒരു ഉപദേശം ഞാൻ തരാം. കുട്ടി ധരിച്ചിരിക്കുന്ന ഈ കിലിങ്ങനെ പാദസരം ഉണ്ടല്ലോ, അത് ഫസ്റ്റ് നൈറ്റിൽ ഇടരുത്. മറ്റുള്ളവരുടെ ഉറക്കം പോയ ചരിത്രമുണ്ടേ. വൃത്തിയിട്ടവൻ. ആരാടി അങ്ങനെ പറഞ്ഞത്?
എന്താണ് പ്രശ്നം? അല്ലളിയ ഇവളുമാരുടെ തൊലിവെളുപ്പിന്റെ ഒരു അഹങ്കാരമേ. എന്റെ പൊന്ന് ദാസേ, അവര് പൊക്കോട്ടെ, നീ വിട്ടേക്ക്. അത് ശരിയല്ലല്ലോ, വന്ന് കേറിയല്ലേ ഉള്ളൂ, അതിനു മുമ്പ് ഒരു ഷോ. ഇത്തിരി ഷോ അവരും കാണിക്കട്ടെ, എങ്കിലല്ലേ ഒരു സുഖമുള്ളൂ. ദേപോത്ത, ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്, പണി കൊടുത്തേ പറ്റൂ. അവൻ പറഞ്ഞാൽ എന്താടി തെറ്റ്? ഈ കിളിങ്ങുന്ന പാദസരം പണ്ട് കാലത്ത് കുട്ടികളും വേശ്യകളും മാത്രം ഇട്ടിരുന്നു. നീ എന്തായാലും കുട്ടിയാ. അപ്പൊ പിന്നെ നാളെ മുതൽ ഇതിട്ട് നിന്നെ ഈ ക്യാമ്പസിൽ കണ്ടേക്കരുത്. ചെല്ല്. നിങ്ങൾ പറയുന്ന അനുസരിക്കാൻ വേറെ ആളെ നോക്ക്. നീ ആരടി? എടിപൊടി എന്നൊക്കെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി. വേണ്ട, നിന്നെ ഞാൻ തല്ലില്ല. പെണ്ണായിപ്പോയി. സക്കറിയ പോത്ത്, ബാക്കി ക്യാമ്പസ് പറയും. നീ വാ. അവൻ അങ്ങനെയാ, അവന് പെട്ടെന്ന് ദേഷ്യം വരും. നിങ്ങൾ പോയിക്കോ. സതിരുമായി വരികയായി പറവകൾ ഇതിലേ നുരയുമീ തിരതൊടും ചെറുവിരൽ കുളിരായി പതിയെ പതിയെ ഇവിടെ പടരുമീ കാറ്റിനുന്മാദമായി. ഓ തും തനക്ക് തും തക തും താ, തും തനക്ക് തും തക തും താ, തും തനക്ക് തും തക തും തക ദിമിത. ഓ തും തനക്ക് തും തക തും താ, തും തനക്ക് തും തക തും കാ, തും തനക്ക് തും തക തും തക ദിമിത. ദൂരെ തണൽ വഴികളിൽ ഏതോ ചിരിമലരുകൾ പൂവാക പോലെ ഇതളേകി നീളെ പ്രണയാർദ്രമായി കനവുകൾ നീളെ പൂക്കാറായി. ഓ തും തനക്ക് തും തക തും താ, തും തനക്ക് തും തക തും താ, തും തനക്ക് തും തക തും തക ദിമിത. സതിരുമായി വരികയായി പറവകൾ ഇതിലേ നുരയുമീ തിരതൊടും ചെറുവിരൽ കുളിരായി പതിയെ പതിയെ ഇവിടെ പടരുമീ കാറ്റിനുന്മാദമായി. ഓരോ പുക പകരുമീ നേരം സുഖമതി സുഖം ഇടനാഴിയാകെ കഥയാണ് നീളെ അത് കേട്ടുപോകാൻ അണയു നീ തീരാ പൂങ്കാറ്റായി. ഓ തും തനക്ക് തും തക തും താ, തും തനക്ക് തും തക തും താ, തും തനക്ക് തും തക തും തക ദിമിത. സതിരുമായി വരികയായി പറവകൾ ഇതിലേ നുരയുമീ തിരതൊടും ചെറുവിരൽ കുളിരായി പതിയെ പതിയെ ഇവിടെ പടരുമീ കാറ്റിനുന്മാദമായി. ഓ തും തനക്ക് തും തക തും താ, തും
ചേച്ചിയെ പഴംപൊരിയാണോ? അല്ല, ഉണ്ടംപൊരിയാ. നല്ല നീളമുള്ള ഉണ്ടംപൊരിയാണല്ലോ. ഓ, വല്ലപ്പോഴും ഒന്ന് ക്ലാസ്സിൽ കയറട്ടോ. കഴിഞ്ഞ ആഴ്ചയും കയറിയിരുന്നു മാഡം. ആ ഉമ്മ കുൽസുനെ ഞാൻ ഒന്ന് അന്വേഷിച്ചു പറയും. അടുത്ത ആഴ്ച കുട്ടിയുടെ കല്യാണമാണ്. കല്യാണമായ അളിയാ പ്രകാശ, ഈ പെൺപിള്ളേർക്ക് 10 വയസ്സാകുമ്പോ അവരുടെ സങ്കടം അങ്ങ് മാറി കിട്ടും. നമ്മൾ ആണുങ്ങളുടെ സങ്കടം മാറണമെങ്കിൽ പഠിത്തം കഴിയണം, ജോലി കിട്ടണം, 10-30 വയസ്സാവണം. അതും പോരാത്തതിന് മൂലവും പൂരാടും ഒത്തു നോക്കണം. അതുവരെ എടാ പൊന്നനിയന്മാരെ, ഈ കല്യാണം എന്ന് പറയുന്നത് ബസ് സ്റ്റാൻഡിലെ കക്കൂസ് പോലെ. പുറത്ത് ക്യൂ നിൽക്കുമ്പോ എത്രയും പെട്ടെന്ന് അതിന്റെ അകത്ത് കയറാൻ തോന്നും. അകത്ത് കയറിയാലോ എന്റെ അമ്മേ ജീവനും കൊണ്ട് പുറത്ത് ചാടിയാ മതി. ഇച്ചിരി പ്രസാദത്തിന് വേണ്ടി ആരെങ്കിലും അമ്പലം പണിയോടാ പിള്ളേരെ. എന്റെ പഴംപൊരി വരുന്നുണ്ട്. നിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്ന. ശരി ശരി. അമ്പിളി, നിന്റെ ഫ്രോക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഫ്രോക്ക് അതേടാ, അതിലും എന്റെ കാല കിടക്കുന്ന ചെരുപ്പ് കാണാനാ. തിരുത്തല്ലേ ഒരു സായിപ്പ്. നീ വിഷമിക്കണ്ടടാ. എല്ലാ പെണ്ണുങ്ങളും അണിഞ്ഞൊരുക്കി നടക്കുന്നത് നമ്മളെപ്പോലത്തെ ചെറുപ്പക്കാരെ കാണിക്കാൻ വേണ്ടി തന്നെ. പിന്നെ ഇവളുമാര് കാണിക്കുന്ന ചാട, അത് അവളുമാരുടെ കൂടപ്പറപ്പ. നീ അവസാനം പറഞ്ഞല്ലേ, അതവക്ക് ശരിക്കും ബോധിച്ചിട്ടുണ്ട്. നീ നോക്കിക്കോ, അവിടെ എത്തുമ്പോ അവള് നിന്നെ തിരിഞ്ഞു നോക്കും. അങ്ങനെ നോക്കിയ അവള് നിനക്ക് വളഞ്ഞൂന്നർത്ഥം. പെണ്ണുങ്ങളുടെ സൈക്കോളജി മൊത്തം അരച്ചു കിടക്കി കുടിച്ചേക്കുവാ. സമ്മതിച്ചായ. ഈ എസ്റ്റേറ്റ് കൊലപാതകത്തിന് ശേഷം സക്കറിയ പോത്തനെ കുറിച്ച് എന്തെങ്കിലും വിവരം? അന്ന് ഞാൻ മൊഴി കൊടുത്തതിന്റെ പേരിൽ എനിക്കെതിരെ ഒരു മർഡർ അറ്റംപ്റ്റ് ഉണ്ടായി. അതിനെതിരെ ലോക്കൽ പോലീസിൽ ഞാനൊരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു. ഈ സക്കറിയ പോത്തൻ ആളെങ്ങനെ? ആർക്കും പെട്ടെന്ന് പിടികൊടുക്കാത്തൊരു ക്യാരക്ടറായിരുന്നു സക്കറിയ പോത്തൻ. സ്വന്തം കാര്യം നേടാൻ പുള്ളി എന്തും ചെയ്യും. കോളേജിനകത്തും പുറത്തും സ്ത്രീകളുമായിട്ട് പുള്ളിക്ക് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു. എന്തിനു പറയുന്നു, പഠിപ്പിച്ച അധ്യാപികമാരായിട്ട് വരെ നമ്മുടെ ആശാന് ബന്ധമുണ്ടായിരുന്നു. അരവിന്ദനോ? അരവിന്ദനും സക്കറിയും ഹൈ സെറ്റപ്പായിരുന്നു. അതിനു പുറമെ അരവിന്ദന്റെ അച്ഛൻ സ്ഥലം SP യും. അതായിരുന്നു അവരുടെ ബലം. ഇവരെങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നങ്ങളാണ്. പുള്ളിക്കെന്നും ഇവരുടെ പ്രശ്നങ്ങൾ തീർക്കലായിരുന്നു പ്രധാന പണി. ഈ പറഞ്ഞവരെല്ലാം സുഹൃത്തുക്കളായിരുന്നെങ്കിലും ഇവർക്കിടയിലും പ്രശ്നങ്ങളില്ല എന്ന് പറയാൻ കഴിയില്ല. ഓ, ഇത് ഇഡ്ഡലിയാണെന്ന് പറഞ്ഞാ ചമ്മന്തി പോലും വിശ്വസിക്കൂലല്ലേടാ. പിച്ച് ചീന്തി കളഞ്ഞില്ലേ. ചേട്ടാ വൃത്തിയിലൊരു ചായ. പാല് കഴുകി തന്നാ മതിയോ? കൊതിയൊക്കെ 2 ദോശ കഴിക്കുമ്പോ ഇതുപോലെ കഴിക്കണം. അതെ, പിന്നെ മറ്റേ കക്ഷി വളഞ്ഞോ? എപ്പോഴേ അതേ അടുത്തത്. തുളസി, ഞാൻ പറഞ്ഞ കാര്യം എന്താ? തിടുക്കം കാണിക്കാതെ പോത്താ, പരിഗണിക്കാന്നേ. അവൻ എന്ത് കാര്യം നിന്നോട് പറഞ്ഞ? ഏയ് ഒന്നുമില്ലാന്നേ. പോത്തന്റെ ഒരു യോഗം. അളിയ, ഇക്കണക്കിന് പോയാ നിന്റെ പെണ്ണിനെ സക്കറിയ എസ്റ്റേറ്റ് കൊണ്ടുവന്നാ തോന്നുന്നേ. ആ, പാണന്മാർക്കും പറഞ്ഞു നടക്കാൻ ഒരു കഥ കൂടിയായി. എന്നാ അവന്റെ അവളുടെ അവസാനായിരിക്കും. മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാല. സൂപ്പർ. പടവും കൊള്ളാം. ഒന്നുമല്ല. ഗുഡ് ഈവനിങ് മിസ്സസ് പ്രഭാ നരേന്ദ്രൻ. ഞാൻ അന്നേ പറഞ്ഞില്ലേ ആ പയ്യൻ രക്ഷപ്പെടുന്നു. ഒരു ആക്ഷൻ പടം കിട്ടിയാലേ സൂപ്പർ സ്റ്റാറാ. ആ ടവർക്കി, നിന്റെ പേർഷ്യന്ന് വന്ന മാമൻ കൊണ്ടുവന്ന സാധനമില്ലേ, അത് വേഗം സഭയിലെത്തിക്ക്. മറക്കരുത്. ഇതെന്തോ ആണ്, വേണമെങ്കിൽ നിനക്ക് സിൽക്കിന് ഡ്യൂപ്പായിട്ട് പോകാമല്ലോ. വർഗീസ് കൊള്ളാം. അവനൊരു കുപ്പി കിട്ടിയപ്പോ അവൻ നമ്മ കൊണ്ടുവന്നു. അതാണ് അളിയാ സ്നേഹം. എടാ ദേവാ, ഇങ്ങനെ അടിച്ചാ ചാവും. അവൻ ചാവുന്നല്ല ഇവിടുത്തെ പ്രശ്നം, സാധനം തീരും. നമുക്കും അടിക്കാവുള്ള. എന്താടാ നിന്റെ പ്രശ്നം? നിന്നോടാ ചോദിച്ചേ. ആണൊരുത്തം മടമടാന്ന് അടിച്ച് തുടങ്ങുമ്പോഴേ അറിഞ്ഞൂടെ അളിയാ പ്രശ്നം പെണ്ണാണെന്ന്. പ്രേമോ മാതൊലി. അളിയാ, നിനക്ക് ഞാൻ ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം.
ഈ പെണ്ണുങ്ങൾക്കെ 100 കണ്ണ. 1 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് ഏതെങ്കിലും ഒരുത്തന്നെ അവളുമാരെ നോക്കിയാ അവളുമാരത് കാണും. പിന്നെ കുറെ നാളിട്ട് നമ്മളിങ്ങനെ അങ്ങ് നടത്തിക്കും. എന്നിട്ട് ഒരു ദിവസം ഇഷ്ടമാണെന്നൊക്കെ അങ്ങ് സമ്മതിക്കും. പിന്നീട് അങ്ങോട്ടങ്ങ് ദിവ്യ പ്രണയമല്ലേ. അങ്ങനെ പ്രണയം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരു തെണ്ടി കാശുകാരൻ മണ്ടനയും കെട്ടി അവളുമാരങ്ങ് പോവും. നമ്മളിങ്ങനെ അതാളിയാ പെണ്ണ്. ഇത് നീ തന്നെ പറയാ. നിന്നെ അവള് പ്രേമിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിന് വഴിയുണ്ട്. ഈ ചിരി ചെറ്റത്തരം കാണിക്കേണ്ടി വരും. അത് പിന്നെ നിനക്ക് പുത്തരിയല്ലോ. എന്തോ നിന്നെ ഞാനൊന്ന് ഇവരിതെന്ത് പറ്റി? എന്താളിയാ പ്രശ്നം? നീ എന്റെ പെണ്ണിനെ കറക്കിയെടുത്തു അല്ലടാ. അപ്പൊ നീ തുളസി എസ്റ്റേറ്റ് കൊണ്ടു. ആളിയാ ഒരു തമാശക്ക്. കൂട്ടുകാരെ സ്നേഹിക്കുന്ന പെണ്ണിനെ കറക്കിയെടുക്കുന്നതാണ് നിന്റെ മറ്റടുത്ത തമാശ. നിനക്ക് എന്താ വേണ്ടേ? ഒരു കുപ്പിയിൽ നിന്ന് മൂച്ചിൽ ഉണ്ടാക്കാൻ പറ്റില്ലേ? കയറിപ്പെടാ. ഉറക്കമില്ലാത്ത ചെറ്റ. സക്കറിയ അയാളുടെ സുഹൃത്തിനെയും കാമുകയും കൊല ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? അഖിലേ, ഞാൻ പറഞ്ഞില്ലേ യൂണിവേഴ്സിറ്റി ടീമിലുണ്ടായിരുന്നുകൊണ്ട് പലപ്പോഴും ഞാൻ കോളേജ് മിസ് ചെയ്തിരുന്നു. സത്യത്തിൽ അന്ന് നടന്ന പല സംഭവങ്ങളും എനിക്കറിയില്ല. പിന്നെ അറിയാവുന്ന ആരെങ്കിലും പരിചയമുണ്ടോ തനിക്ക്? കേരള ടീമിന്റെ കോച്ചായിരുന്ന കാലത്ത് എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന രമയുടെ മകൻ ടീമിലുണ്ടായിരുന്നു. നമ്പർ തരാം. ഈ പറഞ്ഞ സക്കറിയും അരവിന്ദനുമെല്ലാം എന്റെ സീനിയേഴ്സ് ആയിരുന്നു. നീ പഠിച്ചോ? ഭയങ്കര ടഫായിരുന്നു. ഞാനൊന്നും പഠിച്ചിട്ടില്ല. അത് ശരിയാ, എന്റെ തലയിൽ ഒന്നും കേറിയില്ല. നീ പഠിച്ചിട്ടുണ്ടാവും. ഒന്ന് തന്നെ ഗായത്രി BA മലയാളം. ഞാൻ എടുത്തോളാം. സോറി. കുഴപ്പമില്ല. അതെ, കാലിലെ കൊലുസ് എവിടെ? ഇടരുതെന്നല്ലേ കൽപ്പന? അത് ഫസ്റ്റ് ഇയർ റാഗിയെന്നോടത്തി പറഞ്ഞല്ലേ, അത് കാര്യാക്കണ്ട. സീനിയേഴ്സിനെ അനുസരിക്കണം എന്നാണല്ലോ ഓർഡർ. എന്നാ പിന്നെ ഗായത്രി കുട്ടി നാളെ വരുമ്പോ കൊലുസിട്ടുണ്ടോ? ഞാനും സീനിയറാ. എന്നാ പിന്നെ പോയിക്കോ. നാളെ വരുമ്പോ ഗായത്രി കുട്ടി കൊലുസിട്ടോണ്ട് വരണം. ഇത് അത് തന്നെയാ. എന്ത് പ്രേമം അല്ലാതെ എന്ത് പ്രേമോ? സാധു ബീഡിയുടെ സുഖം സിഗരറ്റിലില്ല. അളിയ തങ്കം വേഗം എന്താ നമുക്കൊന്ന് സിനിമക്ക് പോയാലോ? സിനിമയ്ക്കോ? ഇപ്പൊ എന്തിനാ കുട്ടാ? ഇവിടെ ഇങ്ങനെ ജോലി ചെയ്ത് നടന്നാ മതിയോ? ജീവിതത്തിൽ ഒരു സുഖമൊക്കെ വേണ്ടേ? സിനിമയ്ക്ക് പോയ സോങ് കിട്ടോ? പിന്നെ ഇപ്പം മോന്റെ വീട്ടിൽ ആരാ ഉണ്ടാവുക? എന്തിനാ പറ, ആരാ ഉണ്ടാവുക? വീട്ടിലിപ്പോ അമ്മയുണ്ടാവും ചേച്ചി. നിന്റെ തല വിളിച്ചോണ്ട് പോടാ സിനിമയ്ക്ക്. ഓവന്റെ ഒരു സിനിമ തള്ളേക്ക് വിളിച്ചടാ. ഈ എടുക്കണ പുസ്തകമൊക്കെ നീ വായിക്കാറുണ്ടോ? എവിടെ വായിക്കാനൊന്നും സമയം കിട്ടാറില്ല. നമസ്കാരം. രതി സാമ്രാജ്യം. ഇങ്ങോട്ട് തന്നെയാണോ വന്നത്? തമാശേ. അതെ, ഈ പമ്മന്റെ നോവലുണ്ടോ? ചട്ടക്കാരി, തമ്പുരാട്ടി, ഉരുമ്പട്ടോള്, പിന്നെ തീട്ടം. ഓവിയുടെ. ഓ, അപ്പൊ പ്രാന്തോ? ഉണ്ട്, അത് അവിടെ എവിടെയെങ്കിലും കാണും. ഇങ്ങനെ 2 കാമപ്രാന്തന്മാരിറങ്ങിയിരിക്കുന്നു. ഇവിടെ ഇവിടെ ഈ പമ്മന്റെ നോവലാകുമ്പോ രാത്രി കിടന്നുറങ്ങാൻ നല്ല സുഖ. ആ ദേവൻ നിന്നെ ശരിക്കും നോട്ടിട്ടുണ്ട്. ഏത് ദേവൻ? നീ വാ, കാണിച്ചു തരാം. ഭാഗ്യം, നമ്മളെ കണ്ടിട്ടില്ല. ദേവാ, 3-4 കൊല്ലമായിട്ട് ഇവിടെ പഠിക്കുന്നു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി ഉള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. ഓ, നീ അറിഞ്ഞിരുന്നെങ്കിൽ ഇതൊക്കെ വായിച്ചു തീർത്താനെ. അതല്ല അളിയാ, ആ ശാലിനി ഇവിടെ കൊണ്ടുവരായിരുന്നു. അതാകുമ്പോ ചുളിവിന് കാര്യവും നടക്കും, സിനിമയ്ക്ക് പോണ കാശിന് ലാഭം. പൊറ്റക്കുഴി. കൊറേ നേരം ആയല്ലോ. എന്താ വേണ്ടത്? അല്ല, കുമാരനാശന്റെ നളിനി. തനിക്കോ? ഈ വേലായുധന്റെ വിലാസിനി. വേലായുധന്റെ വിലാസിനിയോ? നമ്മുടെ കോളേജിന് പുറകിലുള്ള വേലായുധനാശാന്റെ മോള് വിലാസിനി.
കിട്ടുവോ? കിട്ടുവോന്ന് അതെ ദേവൻ അവിടെ ഉണ്ടോ നോക്കി. ആര്? നിന്റെ കാമുകനോ? ദേ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവൻ എന്റെ ആരുമല്ലാന്ന്. നിനക്കെന്താ ഇവിടെ എത്തുമ്പോ മാത്രം ദേവനുണ്ടോന്ന് അറിയാൻ ഒരു തിടുക്കം? അത് പിന്നെ പെണ്ണല്ലേ വർഗം. കാണാൻ കൊള്ളാവുന്നൊരുത്തൻ പുറകെ നടന്ന പിന്നെ എന്താ ചെയ്യാ? നേരെ അവിടെ കോളേജിലെ കാമദേവനും അരവിന്ദനും മാത്രമേ ഉള്ളൂ. ആണോ? അത് നിന്നെ ദേവനൊന്ന് പരീക്ഷിച്ചതാ. എന്ത് പരീക്ഷണം? നീ അയാളെ ശ്രദ്ധിക്കുന്നുണ്ടോന്നറിയാൻ. അങ്ങനെ അറിഞ്ഞ പിന്നെ പുറകെ വന്നോളൂ. ഇനിയിപ്പൊ ബുള്ളറ്റ് കുറച്ച് മുന്നിലായി നിർത്തും. അവിടെ നിന്ന് മുടിയൊക്കെ ശരിയാക്കി ചുണ്ടിൽ ഒരു ചിരിയൊക്കെ ഫിറ്റ് ചെയ്ത് പതുക്കെ ഇങ്ങോട്ട് നടന്നു വരും. നടന്നു വന്നിട്ട് എന്നിട്ടെന്ത് ഗായത്രിയോട് പറയും, എനിക്ക് ഗായത്രിയോടൊരു കാര്യം പറയാനുണ്ടെന്ന്. എന്ത് കാര്യം? ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് ഒന്ന് പോമോളെ. അത് ദേവൻ തന്നെ നിന്നോട് പറയും. ഗായത്രി, ഒരു കാര്യം പറയാൻ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കുട്ടിയല്ല ഞാൻ ഈ കോളേജിലേക്ക് വരുന്നത് പഠിക്കാൻ വേണ്ടിട്ടാ. ഇനി എന്നെ ശല്യം ചെയ്താ ഞാൻ കംപ്ലൈന്റ് ചെയ്യും. ഇതിലും കൂടുതൽ എനിക്കൊന്നും പറയാനുമില്ല കേൾക്കാനുമില്ല. ബാപ്പുവാ. ചേട്ടാ കടിയുണ്ടോ? പിന്നെ നല്ല കടിയുണ്ട്. ചേട്ടാ എനിക്ക് അപ്പം കിഴങ്ങറിയാ. ആ അനി അവിടെ ചെന്നിരി. പൈസ വല്ലതും ഉണ്ടായെന്തോ ഇതൊക്കെ പറ്റിയ. ചേട്ടാ കഴിക്കാന്നുണ്ട്. എന്തുണ്ടെന്നോ? അപ്പമുണ്ട്, ദോശയുണ്ട്, ഇഡ്ഡലിയുണ്ട്. ആ 2 ആഴ്ചത്തെ പഴക്കമുണ്ട്. എന്റെ ദൈവമേ, വത്സമാഷ് ഇത് എവിടെ ആയിരുന്നു? എത്ര നാളായി ഒന്ന് കണ്ടിട്ട്. ഞാനൊന്ന് നാട്ടിൽ പോയിരുന്നു. എന്തെങ്കിലും വിശേഷം ഉണ്ടായിരുന്നു? ആ വലിയ വിശേഷം ഉണ്ടായിരുന്നു. അപ്പന് നേർമാടത്തേന്ന് വീണു. എന്നിട്ടിപ്പൊ എങ്ങനെയുണ്ട്? എന്നിട്ടിപ്പൊ എന്താ സ്വസ്ഥായി. ഇപ്പൊ കുഴിമാടത്തിലാ. കഷ്ടമായി പോയി. എന്തോ കഷ്ടം? 90 വയസ്സായില്ലേ, ചത്തൂടെ? സങ്കടം. ഇത് വെന്തിട്ടില്ല ചേട്ടാ. അനിയാ വെന്തില്ലെന്ന് മാത്രം പറയരുത്. കഴിഞ്ഞ ഒരാഴ്ച ആ ചട്ടിക്കടന്ന് വേവുന്ന സാധനം അത്. വെന്തില്ലെന്ന് അവിടെ അപ്പം കിഴങ്ങേറിയല്ലേ? നീ ആ സിനിമ ഉണ്ടോ? ഞാൻ പറഞ്ഞത് എന്റെ അഭിനയാലേ. നല്ല അഭിനയാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിലെ പാട്ടുകൾ നന്നായിരുന്നു. ഗായത്രി ഒന്ന് നിന്നേ. ലതാ മാഡം തന്നെ അത്യാവശ്യം ഒന്ന് കാണണമെന്ന് പറഞ്ഞു. മാഡം എവിടെയാ? ലൈബ്രറിയിലുണ്ട്. ആണോ? ശരി, എന്നാ നിങ്ങൾ നടന്നോ, ഞാൻ മാഡത്തിനെ കണ്ടിട്ട് വരാം. ലതാ മാഡം. ലതാ മാം. ലതാ മാം. ലതാ മാം. റിസൾട്ട് വരുമ്പോ മേഡം നോക്കിക്കോ. മാഡം മാഡത്തെ തിരക്കി ഗായത്രി ലൈബ്രറിയിലേക്ക് പോയാലോ? അതിന് ഞാൻ ലൈബ്രറിയിലുണ്ടെന്ന് ആരാ പറഞ്ഞു? അരവിന്ദൻ. ഞാനെന്താ ഇവനെ സംസാരിച്ചേക്കുന്നത് അരവിന്ദൻ കണ്ടതാണല്ലോ. അതെ. നിന്നോട് ഞാൻ പലതാണ് പറഞ്ഞതാ ഇവളിവളുടെ വഴിക്ക് വിട്ടേക്കാൻ. ഗായത്രി, ഇപ്പൊ നീ ഇവളെയും കൊണ്ട് പൊയ്ക്കോ. പക്ഷെ നീ ഓർത്തോ, ഈ സക്കറി ഒന്ന് മനസ്സിൽ ആഗ്രഹിച്ച അത് നേടിയിരിക്കും. എന്ത് വില കൊടുത്തു നിനക്കത് അറിയാലോ.
എന്റെ പെണ്ണാ. മറ്റുള്ള പെണ്ണുങ്ങളെ കാണുന്ന പോലെ നീ അവളെ കണ്ടാലുണ്ടല്ലോ, 2 കാലിൽ എഴുന്നേറ്റ് നടക്കില്ല. നിന്നെ നിന്റെ മറ്റോളെ ഞാൻ പിന്നെ എടുത്തോളാം. എവിടുന്നോ വന്ന് ഒരുത്തിക്ക് വേണ്ടി രണ്ടും കൂടെ തമ്മി തല്ലി ചാവാനാ ഭാവി. ആയിക്കോ എന്നെ വിടാൻ. തല്ലടാ, പോയി തല്ല്. എന്തുകൊണ്ടാ നിൽക്കുക പട്ടികളെ? കേറി പോയടാ. അങ്ങനെ എവിടെ ഒന്നും വന്ന ഒരുത്തിയല്ല ഗായത്രി എനിക്ക്. പിന്നെ ആരാടാ അവളെ നിനക്ക്? സ്വന്തം സുഹൃത്തിനോട് ഉള്ളതിനേക്കാൾ എന്ത് ബന്ധുവാടാ നിങ്ങളെ തമ്മിലുള്ളത്? വാടാ. ഇനി ആരെയും ചോദിച്ചാ ധൈര്യമായിട്ട് പറഞ്ഞോ, ഗായത്രി ദേവന്റെ പെണ്ണാണ്. സക്കറിയ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടത് ലതാ മാഡം ആയിരുന്നു. അവർ തമ്മിലുള്ള ബന്ധം എന്താ എന്താ ഇവിടെ സംഭവിച്ചേ? ആരെങ്കിലും ഒന്ന് പറയൂ. വാട്ട്സ് എ പ്രോബ്ലം ഹിയർ? ഞാൻ പറയാം ഫാദർ. യു കം ടു മൈ ഓഫീസ്. എന്താ എല്ലാരും ക്ലാസ്സിലേക്ക് പോക്കിയോ? എന്നെ ഈ കോളേജിൽ നിന്ന് പുറത്താക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ അയാളെ കണ്ടതിന് ശേഷം നമ്മൾ തമ്മിലൊന്ന് കാണേണ്ടി വരും, തനിച്ച്. മുറുക്കി ചുവന്നതോ മാരം മുത്തി ചുവപ്പിച്ചതോ. ശാലിനി അച്ചാൻ വിട്ടോ ഒരു സിനിമയ്ക്ക് വരും. ശരി, എങ്ങനെയെന്ന് വരാൻ പറ്റില്ലല്ലോ മോനെ. പുതിയ വളയെക്കാണല്ലോ. ഈ ബുക്കിന്റെ ഒരു ഭാഗ്യം. അല്ല, ഇത് ഏത് ടെക്സ്റ്റാണ്? അലവലാതി. പ്രതികാരം ചെയ്യാൻ ഒരു അവസരത്തിനായി കാത്തിരിക്കുന്ന സക്കറിയ. അത് മാറി. എന്താ കരയണ്ട. അതെ, സക്രിയാച്ചനൊന്ന് സ്നേഹിക്കാൻ നോക്കിയതാ, പക്ഷെ സ്ഥലം മാറിപ്പോയി. അതെ, നിങ്ങളൊന്ന് പുറത്തേക്ക് വെക്കോ. രമേ, നീ ഈ കാരണങ്ങളാൽ സക്കറിയയ്ക്ക് ഗായത്രിയോട് വൈരാഗ്യം ഉണ്ടായിരുന്നു. കോളേജ് അടച്ചതിന് ശേഷം ഗായത്രിയും ദേവനുമായുള്ള ബന്ധം അവളുടെ വീട്ടിലറിഞ്ഞു.
അവർ ഗായത്രിക്ക് മറ്റൊരു വിവാഹം ആലോചിച്ചു. ഈ സന്ദർഭം മുതലെടുത്ത് ഗായത്രി അവളുടെ വീട്ടിൽ നിന്ന് കടത്താൻ ദേവനെ സക്കറിയ സഹായിച്ചു. അവർ വിവാഹിതരായി. പക്ഷെ വിവാഹ ദിവസം രാത്രി തന്നെ സക്കറിയ ഗായത്രിയെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ഇത് തടഞ്ഞ ദേവനെ കൊന്ന ശേഷം ഗായത്രിയെ നശിപ്പിച്ച് കൊലപ്പെടുത്തി സക്കറിയ ഒളിവിൽ പോയി. ഇതിനുശേഷമാണ് ഭാമയോ അരവിന്ദനും തമ്മിൽ ഇഷ്ടമായിരുന്നെന്നും അവർ വിവാഹിതരായെന്നും അറിയുന്നത്. ചേട്ടാ തീപിടി ഉണ്ടോ? ലൈറ്റർ കാടാ. ഞാൻ പിടിച്ച് നീ നന്നാവണ്ട. വലിച്ചു അവിടെ. ഹലോ സർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒന്ന് കാണാൻ പറ്റുമോ? യാ, ഓളെ. എന്താ കാണണമെന്ന് പറഞ്ഞത്? സർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അന്ന് മൊഴി തന്നപ്പോ പറയാൻ വിട്ടുപോയതാ. സക്കറിയ പോത്തൻ എവിടെയാണെന്ന് ഒരു പക്ഷേ പ്രകാശൻ അറിയാൻ കഴിഞ്ഞേക്കും. കാരണം അവര് തമ്മിൽ അങ്ങനെ ഒരു അടുപ്പത്തിലായിരുന്നു സർ. ഫോറൻസിക് ടീമും ഡോഗ് സ്ക്വാഡും എത്തും സർ. മിസ്റ്റർ പ്രകാശൻ, സക്കറിയെ കുറിച്ച് സാർ കേട്ടതൊക്കെ ശരിയാണ്, തെറ്റുമാണ്.
വല്ലപ്പോഴും ക്ലാസ് കേട്ട് പോടാ. ശരി ചെറുപ്പക്കാരാ. എന്തൊരു ജന്മമാണ് ഇവനൊക്കെ അല്ലേ? പ്രകാശ നീ ഇവിടെ നിൽക്ക് കേട്ടാ, ഞാനിപ്പോ വരാം. വാമേ അറിഞ്ഞില്ലേ, പോത്തിന് പുതിയൊരു കാമുകയും കൂടെ ആയി. അവൻ മേരിയെ വിളിച്ചെടുത്തോ? മേരി അല്ല, തുളസി. അനാവശ്യം പറഞ്ഞോളാം. എന്നോടൊന്നും ദേഷ്യപ്പെടുന്നത്, എപ്പോഴും കൂടെ നടക്കുന്നവനല്ലേ, പോയി ചോദിക്കും. വർഗീസ് കൊള്ളാം. അവനൊരു കുപ്പി കിട്ടിയപ്പോൾ അവൻ നമ്മക്കൊണ്ടും തന്നു. അതാണ് അളിയാ സ്നേഹം. എന്തോ ഇവനിത് എന്ത് പറ്റി? എന്താളിയ പ്രശ്നം? നീ എന്റെ പെണ്ണിനെ കറക്കിയെടുത്തു അല്ലടാ? അപ്പൊ നീ തുളസി എസ്റ്റേറ്റിൽ കൊണ്ടുപോയോ? ആളിയ ഒരു തമാശ. കൂട്ടുകാരെ സ്നേഹിക്കുന്ന പെണ്ണിനെ കറക്കിയെടുക്കുന്നതാണ് നിന്റെ മറ്റടുത്ത തമാശ. നിനക്ക് എന്താണ് വേണ്ടേ? ഒരു കുപ്പി നിന്ന് മൂച്ചിൽ ഉണ്ടാക്കാൻ പറ്റില്ലേ? കയറിപ്പോടാ, ഉറക്കമില്ലാത്ത ചെറ്റ. എന്താടാ ഈ കാണിക്കണേ? നിനക്ക് അറിഞ്ഞൂടവനെ? ഇത്രയും കാലം നീ കൂടെ നടന്നിട്ട് എന്നെ ചതിക്കായിരുന്നല്ലടാ. നിന്നെ അവളെ വെറുതെ വിടുന്നു നീ കരുതണ്ട. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ നാളത്തെ സൂര്യോദയം നിന്നെ കാണിക്കില്ല. എന്നെ പൊന്നളിയ, നീ രണ്ടെണ്ണം എടുത്ത് അടി. എടാ നീ രണ്ടെണ്ണം അടി, ഞാനല്ലേ പറയണേ. വാ. സൂര്യോദയം കാണിക്കില്ല എന്ന് പറഞ്ഞ ചേറ്റ. കിടക്കണ കിടപ്പുണ്ട ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ പോലെ. എങ്ങനെ? അയ്യോ പ്രകാശ, ഇത് കണ്ടെങ്കിലും നീ നിന്റെ കുറവ് തിരിച്ചറിയണം. അളയാ അളയോ സോറി, നീ വിട്ടുകള. അവള് പോക്കേസ് പിന്നല്ല. അല്ലാതെ ഞാൻ വിളിച്ച പിന്നെ വരുവോ? പഠിച്ചതൊക്കെ വന്നാ മതിയായിരുന്നു. അത് ശരിയാ. മാറ്റി മാറ്റി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇവിടെ ഒന്ന് രണ്ട് പേരൂടെ ഉണ്ട്, ഞങ്ങൾക്കും ആവാം ഗുഡ് മോർണിംഗ് ഒക്കെ. വാമേ, ഞാനിന്നലെ അങ്കിളിനെ കാണാൻ വീട്ടിൽ വന്നിരുന്നു. തന്നെ അവിടെ കണ്ടില്ലല്ലോ. ഞാൻ ക്ഷേത്രത്തിൽ പോയിരുന്നു. ഓ, എക്സാം ആയതുകൊണ്ട് ഭഗവാനെ ചാക്കടാനാകുമല്ലേ? പറഞ്ഞ പോലെ ഇന്ന് എക്സാം ആണല്ലോ. ഇന്ന് ഏതാണ് എക്സാം? എക്സാം അമ്മേ നാരായണ. നാരായണി, നല്ല ശീലങ്ങളൊക്കെ തുടങ്ങിയല്ലേ? വെരി ഗുഡ്. അത് അമ്മ പറഞ്ഞിട്ടുണ്ട്, ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ടേ കിടക്കാവുള്ളൂ. എക്സാമിന്റെ അന്നാ അവന്റെ ഒരു വളിച്ച കോമഡി. ഈശ്വര, അപ്പടി ചോദ്യങ്ങളാണല്ലോ. ഈശ്വര, രക്ഷപ്പെട്ടു. തിരിച്ചു തരല്ലേ? താനെന്താടോ ക്വസ്റ്റ്യൻ പേപ്പർ അതേപടി പകർത്തി വെച്ചിരിക്കുന്നേ? ക്വസ്റ്റ്യൻ പേപ്പറേ വീട്ടിൽ കൊണ്ടുപോകാൻ തരും. സൈലൻസ്. നേരാ മണ്ണം ഉത്തരം എഴുതാൻ നോക്ക്, ജയിക്കാൻ നോക്ക്. ആഹാ, എന്റെ അടുത്ത കളി. മേരി അളിയനോട് രാത്രി വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു. നമ്മളിവിടെ കൊതുകടിയും കൊണ്ടിരിക്കുന്നു, അവനകത്ത് അവളായിട്ട് അർമാദിക്കുന്നു. സമയം കുറെ ആയല്ലോ, നമുക്കൊന്ന് കേറി നോക്കിയാലോ? നോക്കടാ. എടാ, ഒരു പുരുഷൻ മറ്റൊരു സ്ത്രീയുമായി പരിഗ്രഹിക്കുന്നത്, ഒളിഞ്ഞു നോക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാപരമായും സാംസ്കാരികപരമായും തെറ്റാണ്. എന്നാ പിന്നെ നീ വിട്ടിരി, ഞാൻ നോക്കിട്ട് വരാം. ചൊറിയാൻ സൗകര്യത്തിൽ നിന്ന് കടിയുടെ കൊതുകെ. മോളല്ലേ, ചക്കരയല്ലേ? അപ്പൊ ഭരണഘടന പിന്നെ പരിപാടി കടലല്ലേ ഭരണഘടന. എന്റെ അമ്മേ, എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്, പക്ഷെ കല്യാണത്തിന് വേണ്ടി ഒന്നും വേണ്ട. അയ്യോ വേണം. പിന്നെ എന്തിനാ വന്നേ?
അത് അവന്മാരുടെ മുന്നിൽ മാനം പോകാതിരിക്കാൻ. വരുന്നുണ്ട്. അവളൊരു രക്ഷയില്ല. ഓഹോ, എങ്ങനെയുണ്ടായിരുന്നു? എന്നെ പോലെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് മേരിക്ക് എടുക്കാൻ ഇത്തിരി കഷ്ടപ്പെട്ടു. പക്ഷെ അവള് പോലിയാ. ഇവള് നിന്റെ എത്രാമത്തെയാന്നാ പറഞ്ഞ? 32 33. എണ്ണത്തിലേക്ക് എന്തിരിക്കുന്നുണ്ട് അറിയാ? അല്ല എന്താ എന്റെ പോത്താ. അവൻ അങ്ങനായിരുന്നു സർ. സുന്ദരികളായ സ്ത്രീകളുമായിട്ട് തനിക്ക് ബന്ധമുണ്ടെന്ന് ചുമ്മാ വീമ്പിളക്കും. ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിത്വമായിരുന്നു സക്കറിയ പോത്തന്റേത്. ഈ പറയുന്ന സ്ത്രീകളുമായിട്ട് സക്കറിയയ്ക്ക് ഒരു ബന്ധമില്ലായിരുന്നാണ്? അല്ല, ബന്ധമുണ്ടായിരുന്നു ഒരാളുമായിട്ട്. പ്രേമോ? ശരിക്കും? ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നുണയാ. കേൾക്കാൻ സുഖമുള്ള കുറെ നുണകൾ. അതിൽ ചിലരൊക്കെ എന്റെ കാമുകിമാരായി. പക്ഷെ അവരൊക്കെ സ്നേഹിച്ചത് എന്റെ പണത്തെയായിരുന്നു. ഇപ്പൊ ഞാൻ അറിഞ്ഞടാ സ്നേഹത്തിന്റെ വില എന്തെന്ന്. സക്കറിയ പോത്ത ഒളിയിൽ പോയതിനു ശേഷം പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ? ഒരിക്കൽ. ഈ ഒളിവിൽ പോയതിനു ശേഷം സക്കറിയയുടെ സ്വത്തുക്കളൊക്കെ സർക്കാർ ഫ്രീസ് ചെയ്തിരുന്നല്ലോ. അന്ന് അവൻ എന്നോട് കുറച്ചധികം പണം ആവശ്യപ്പെട്ടു. പക്ഷെ അന്ന് അവനെ സഹായിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ. അന്ന് അവനെ സഹായിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു എന്നതിന് മറ്റൊരർത്ഥം കൂടി ഉണ്ട് മിസ്റ്റർ പ്രകാശൻ. ഇന്നാണെങ്കിൽ സഹായിച്ചേനെ എന്ന്. അങ്ങനെ ഒരു അർത്ഥത്തിലല്ല സർ. വെൽ, സീ യു അഗൈൻ. സീ യു. എസ്റ്റേറ്റ് ഇരട്ട കൊലപാതക കേസിൽ സക്കറിക്കെതിരെ മൊഴി കൊടുത്ത 3-ൽ 2 പേർ കൊല്ലപ്പെട്ട സ്ഥിതിക്ക് ഇനി അടുത്ത ഊഴം ജേക്കബ് സ്റ്റീഫന്റേതായിരിക്കും. സക്കറിക്കെതിരെ മൊഴി കൊടുത്ത 3-ാമത്തെയാണ്. ബട്ട് അതിനു മുമ്പ് എനിക്ക് മറ്റൊരാളെ മീറ്റ് ചെയ്യണം. അരവിന്ദ് മേനോന്റെ ഭാര്യ ബാമ. അശോക് ചന്ദ്ര, ACP. അരവിന്ദ് മേനോൻ മർഡർ കേസ്. ഞാനും അരവിന്ദ മേനോനും വേർപിരിഞ്ഞിട്ട് 20 വർഷം കഴിഞ്ഞു. അദ്ദേഹത്തെ പറ്റി കൂടുതലൊന്നും എനിക്കറിയില്ല. എന്നെ ഇതിലേക്കൊന്നും. ഞാൻ വന്നത് അരവിന്ദ് മേനോനെ പറ്റി അന്വേഷിക്കാനല്ല, സക്കറിയ പോത്തനെ പറ്റി അറിയാനാണ്. ഐ മീൻ സക്കറിയ പോത്തനും ബാമയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി. അറിയാം. സക്കറിയ പോത്തൻ കോളേജിൽ എന്റെ സീനിയർ ആയിരുന്നു. റാഗിങ്ങിന്റെ പേരിൽ 1-2 തവണ ഉടക്കിയിട്ടുണ്ട്. അതിലപ്പുറം ഒന്നുമില്ല. Do you mind? It's okay. സക്കറിയ പോത്തൻ ചെയിൻ സ്മോക്കർ ആയിരുന്നു അല്ലേ? അതെ. സോറി, കുടിക്കാൻ എന്തെങ്കിലും? നോ താങ്ക്സ്, മേ ബി നെക്സ്റ്റ് ടൈം.
Okay, thanks for that. Day after tomorrow. Okay, fine. സക്രിയ പോത്ത്, ഇത് എന്റെ ക്യാമ്പസ്. ഓഫീസർ, ഇൻഫർമേഷൻ തന്നതിന് നന്ദി. പിന്നെ എനിക്ക് ഈ ഫോഴ്സിന്റെ ആവശ്യമൊന്നുമില്ല. ഐ നോ ഹൗ ടു പ്രൊട്ടക്ട് മൈസെൽഫ്. എനിവേസ്, നൈസ് മീറ്റിംഗ് യു. ഓക്കെ. ജേക്കബ് സാറിന് നമ്മുടെ ഫോഴ്സിന് സഹായം ആവശ്യമില്ലെന്ന്. അപ്പൊ അവനെ മാലയിട്ട് വെക്കാറായിട്ടുണ്ടല്ലേ സാറേ? പക്ഷെ നിങ്ങൾ അവന്റെ പിന്നാലെ ഉണ്ടാവും സാർ. ഇത് അമ്മ എഴുതിയ ഡയറികളാണ്. അമല തിരക്കിയ സക്രിയെ കുറിച്ച് ഇതിലുണ്ടാവും നോക്കിക്കോളൂ. ചിലപ്പോൾ ഇത് ഉപകാരപ്പെട്ടേക്കാം. ഞാൻ ലതയോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. സക്രിയായിട്ട് തനിക്കെന്താ ബന്ധം? അവനെ പറ്റി കോളേജില് അത്ര നല്ല അഭിപ്രായമൊന്നുമല്ല. ലത എന്തിനാ അവന്റെ ബുള്ളറ്റ് കയറി കറങ്ങി നടക്കുന്നത്? വെറുതെ ആളുകളെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാനായിട്ട്. എന്താ അവിടെ സക്രിയ മാഡത്തിന്റെ പേരും പറഞ്ഞ ജേക്കബ് സ്റ്റീഫനായിട്ട് തല്ലുണ്ടാക്കാം. എന്താ ഇവിടെ സംഭവിച്ചേ? വാട്ട്സ് എ പ്രോബ്ലം ഹിയർ? ഞാൻ പറയാം ഫാദർ. യു കം ടു മൈ ഓഫീസ്. ഭാമേ. എന്താ മാഡം? എനിക്ക് ഭാമയോട് മാത്രമായിട്ടൊരു കാര്യം പറയാനുണ്ട്. നീ നടന്നോ, ഞാൻ വന്നേക്കാം. ശരി മാഡം. സക്രിയെ രക്ഷിക്കാനാണെങ്കിൽ ദയവ് ചെയ്ത് അത് മാത്രം എന്നോട് പറയരുത്. ഞാനത് ചെയ്യില്ല. എനിക്ക് മനസ്സിലാവാത്തത് മാഡം എന്തിനാ തെമ്മാടി എങ്ങനെ രക്ഷിക്കുന്നേന്നാ. സക്രിയ മാഡത്തിന്റെ ആരാ? എന്താ നിങ്ങൾ തമ്മിലുള്ള ബന്ധം? എന്നോട് ഈ ചോദ്യം ഒരു 100 പേര് ചോദിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. അതിനുള്ള ഉത്തരം ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ഭാമ അതറിയണം. തെമ്മാടി, പെമ്പിളാരെ വലയിലാക്കി അവരുടെ ജീവിതം നശിപ്പിക്കുന്നവൻ, തന്റെ ജയത്തിനു വേണ്ടി സ്വന്തം സുഹൃത്തുക്കളെ പോലും വഞ്ചിക്കാൻ മടിയില്ലാത്തവൻ. ഇതാണ് നിങ്ങൾ അറിയുന്ന സക്രിയ. പക്ഷെ സത്യം അതല്ല. ആ തെമ്മാടിക്കുള്ളിൽ വേറൊരു സക്രിയുണ്ട്. സ്നേഹത്തിനും സ്നേഹിക്കുന്നവർക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു സക്രിയ. ഇവിടെ തന്നെയല്ലേ? എന്റെ അമ്മ. അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല, നീ വിഷമിക്കാതിരിക്കെ. ലളിതയുടെ കൂടെ ഇത് പുറത്തുനിന്ന് വാങ്ങാനുള്ള മരുന്നുകളാ. വേഗം എത്തിക്കണം. കൗണ്ടറിൽ അടിക്കാനുള്ള കാശ് അടിച്ചോ? ഇല്ല. ദേവാ, നീ അതും ചെല്ല്, എന്നിട്ട് ഇത് അടക്കിയ. ഇത് തികയോ? നീ ചെല്ല്, നീ പോ. ദേവാ, ദാസ ഇപ്പൊ വരാം. ഡാ, നീ ഇത് വിൽക്കുകയോ പണം വെക്കുകയോ എന്താന്ന് വെച്ചേ, എന്നിട്ട് ബാക്കിയുള്ളത് കൂടെ ഇടയ്ക്ക്. നീ പറയുന്നേക്ക് ദേവാ, നീ പോ ചെല്ല്.
ദാസേ, നീ എന്താ ഇങ്ങനെ? അനിയത്തിമാർക്ക് ധൈര്യം കൊടുക്കണമെന്ന് നീയല്ലേ? നീ നീ വന്നേ. നീ വന്നോ? ഞാൻ ക്യാൻറ്റീൻ വരെ ഒന്ന് പോയിട്ട് വരാം. ദാസ്, അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പൊ? ഇപ്പൊ കുറവുണ്ട്. ഞാൻ ഇടക്കേറി കണ്ടായിരുന്നു. മാമന്താ ഇവിടെ? ഹസ്ബൻഡിന് ഒരു ആക്സിഡന്റ് ആയിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുക. ശരി, നീ ചെല്ല്, ഞാൻ വന്നേക്കാം. പിന്നൊരു കാര്യം, അവന്മാരങ്ങനെ പല കമന്റ്സും പറയും. അതൊന്നും കേൾക്കാൻ നിൽക്കണ്ട കേട്ടോ. കുഞ്ഞുനാളിലെ അപ്പനും അമ്മയും നഷ്ടപ്പെട്ടു. നിയന്ത്രിക്കാൻ ആരുമില്ലാതെ വളർന്നു. ആവശ്യത്തിലേറെ സമ്പത്തും അതിന്റെ ചില കുരുത്തക്കേടുകളൊക്കെ അവനുണ്ട്. ഭാമി എന്നോട് ചോദിച്ചില്ലേ അവൻ എന്റെ ആരാണെന്ന്? എന്റെ കൂടെ പിറപ്പ്. അവനും അങ്ങനെ തന്നെയാ. എന്നോടുള്ള സ്നേഹം കൊണ്ട് അവനെന്ന് തല്ലുണ്ടാക്കിയത്. എനിക്ക് വേണ്ടിയെങ്കിലും ഭാമ അവനെ കാണിച്ചു കൊടുക്കരുത്. എന്താടി നോക്കി പഠിപ്പിക്കുന്നേ? ഇപ്രാവശ്യത്തേക്ക് രക്ഷപ്പെട്ടു. ഇത് അവസാനത്തെ ചാൻസാ, ഓർത്തോ. ഇനിയൊരു പ്രശ്നം വരാതിരിക്കാൻ ശ്രമിക്കാം. അപ്പൊ നിനക്ക് ഉറപ്പില്ല? ഇനി വക്കാലത്ത് പറയാനേ വേറെ ആളെ നോക്കിക്കോ. ഇത് തന്നെയല്ലേ ടീച്ചർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. ഞങ്ങൾക്കറിയാം ടീച്ചർ ഞങ്ങളെ രക്ഷിക്കുന്നു. എന്നാ നിങ്ങക്ക് തെറ്റി. ഇപ്രാവശ്യം നിങ്ങളെ രക്ഷിച്ചത് ഞാനല്ല, ഭാമയാ. അവള് കണ്ടത് പറഞ്ഞിരുന്നെങ്കിലേ ഇന്നെല്ലാം കോളേജിൽ നിന്ന് പുറത്താ. എന്നാ നാളെ മുതൽ അവള് കോളേജിൽ കാണില്ലായിരുന്നു. അവളോട് നന്ദി പറയുന്നതിന് പകരം അവള് വെല്ലുവിളിക്കുന്നു. നന്ദി ഞാൻ പറയണം, അതും അവളോട്. അതിന് വേറെ ആളെ നോക്കിയാൽ മതി ടീച്ചറെ. അതിനി വേറെ ആളെ നോക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞോളാം. ദാസേ, ദാ ബാമേ, താങ്ക്സ്. ഹലോ, ഞാൻ ഇപ്പൊ വിളിക്കണമെന്ന് വിചാരിച്ചുള്ളൂ നിന്നെ. കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടിയോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും അറിയാൻ കഴിഞ്ഞില്ല. ആ കൊലപാതകം നടന്ന വർഷത്തെ ഡയറി മിസ്സിംഗ്. ആ ദാസനെ കുറിച്ചുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. ഇസ് ഇറ്റ്? ചേട്ടാ, ഈ ദാസ വില്ലേജ് ഓഫീസർ അകത്തുണ്ട്. ഇപ്പൊ വരാം. ഓക്കെ. സർ, എന്താ കാര്യം? DTV നിന്നാണ്. ഇരിക്കൂ. എനിക്കൊരാളെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ആരെ കുറിച്ച്? അങ്ങയുടെ സുഹൃത്ത് സക്രിയ പോത്തിനെ കുറിച്ച്. ഏത് സക്കറിയ പോത്തൻ? സാറിനോടൊപ്പം സെയിന്റ് തോമസ് കോളേജിൽ പഠിച്ചിരുന്ന സക്രിയ പോത്തൻ. എന്താ കാര്യം? നിങ്ങളുടെ സൗഹൃദത്തെക്കുറിച്ച് ചിലതെല്ലാം എനിക്കറിയാം, പക്ഷെ അതൊന്നും പൂർണ്ണമല്ല. എന്താ സക്കറിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടത്? എനിക്കറിയേണ്ടത് സക്കറിയുടെയും ഭാമയുടെയും ബന്ധത്തെക്കുറിച്ചാണ്. ഞാൻ പറഞ്ഞോളാം. ഭാമേ, ഭാമയുടെ മുന്നിൽ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിത്വമായിരുന്നു സക്കറിയുടേത്. ആരും അറിയാതൊരു മൗനമഴ പുതുമണ്ണിലി പൂവിന്റെ മിഴിയിൽ വീഴുകേ. ആകാശനീലം അതിലിളകി അതിലാദ്യത്തെ നനവോലും ഇതളുണർന്നു. ഷാരോൺ തോപ്പിൽ ഹൃദയശലഭമാടിയില്ല,
മധുപാത്രമൊന്നേകിയില്ല, ഋതുശോഭ നീരാടിയില്ല, മനസ്സിന്റെ മൂകസമ്മതമാകെ തിളങ്ങുന്ന കണ്ണിൽ തുളുമ്പുന്നതായി ബാമയും വരുന്നുണ്ടെന്ന്. എന്റെ കൂടെയോ? അത് ശരിയാവോ? അപ്പൊ സക്രിയ പോത്തിനും ഉണ്ടല്ലേ പേടിയൊക്കെ? പേടിയുണ്ടായിട്ടില്ല. പക്ഷെ കോളേജിൽ ആരെങ്കിലൊക്കെ കണ്ട എന്തിനാ വെറുതെ? കോളേജിൽ ആരെങ്കിലും കണ്ടാലുണ്ടാവുന്ന ചീത്ത പേരല്ലേ, അത് ഞാൻ സഹിച്ചു. പക്ഷേ എന്നെ സക്രിയ 33ാമത്തെ നമ്പർ ആക്കാതിരുന്നാ മതി. അതെന്തായി 33ാമത്തെ നമ്പർ? അങ്ങനെ ഒരുപാട് നമ്പറുകളുണ്ട് നമ്മുടെ അച്ചായന്റെ കയ്യില്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള ചിരി ഭാമയുടേതാ. അത്രയ്ക്കങ്ങ് പുകഴ്ത്തണോ? എന്നെയും എസ്റ്റേറ്റിൽ കൊണ്ടുപോകാൻ വല്ല പ്ലാനും ഉണ്ടോ? സത്യം പറയട്ടെ, ഞാൻ ഇന്നേ വരെ അറിയാം എസ്റ്റേറ്റിൽ കൊണ്ടുപോയിട്ടില്ല. അന്ന് ലൈബ്രറി വെച്ച് ഗായത്രിയോട് അങ്ങനെ പെരുമാറിയത് എന്തിനാ? അത് ഞാൻ പറയില്ല. ആരോടും പറയില്ലെന്ന് എനിക്ക് വാക്ക്. ഇല്ല, ആരോടും പറയില്ല. ദേവന് ഗായത്രി എന്ന ജീവന, അത് ഗായത്രിക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള എളുപ്പവഴി. ഇതിൽ കൂടുതൽ ഞാൻ പറയില്ല. അപ്പൊ ഇത് നിങ്ങളെല്ലാരും പ്ലാൻ ചെയ്ത് നടത്തിയതാണല്ലേ? അങ്ങനെ ചില നല്ല കാര്യങ്ങൾ നടക്കാൻ ഇതുപോലുള്ള കുരുത്തക്കേട് കാണിക്കേണ്ടി വരും. പക്ഷേ ഗായത്രി എപ്പോഴും വിചാരിച്ചിരിക്കുന്ന ഇത് ഞാൻ ഗായത്രിയോട് പറയാൻ പോവാ. ഭാമേ, ആരോടും പറയില്ലെന്ന് എനിക്ക് വാക്ക് തന്നു. വേറെ ആരും അറിയില്ല, ഗായത്രിയുടെ അടുത്ത് മാത്രം. ഭാമേ, ഭാമ, ഭാമ, ഏയ് ഭാമ. സോറി. ഗായത്രി, ഞാൻ കേട്ടത് ശരിയാണോ? എന്ത്? നീ അവനെ തല്ലിയത്? വാ, വൻ സക്രിയോട് മാപ്പോറ. വിട്. ഞാൻ എന്തിനാ അവനോട് മാപ്പ് പറയണേ? എന്നോട് ചെയ്തെല്ലാം മറന്നിട്ട് ദൈവം പറഞ്ഞിട്ട് ഞാൻ അവനോട് മിണ്ടിയേ. എന്നോടുള്ള അടുപ്പം വെച്ചിട്ട് ബാമവനോട് മിണ്ടിയതും സംസാരിച്ചതും. പക്ഷെ അവനത് മുതലെടുക്കാൻ നോക്കി. അവൻ അല്ലെങ്കിലും അങ്ങനെ തന്നെയാ. ബാമേ, സംഭവിച്ചാന്ന് വിളിക്കോ പറഞ്ഞോട്. ഞാൻ അവനോട് മാപ്പ് പറയാനൊന്നും പോണില്ല. അത് മാത്രല്ല, എനിക്ക് ഇപ്പൊ അറിയണം, എന്റെ സ്നേഹാണോ അതോ അവന്റെ സൗഹൃദമാണോ ദേവന് വലുതെന്ന്. ആരാ വലുത് ആരാ ചെറുതെന്ന് അറിയാനുള്ള മത്സരമൊന്നുമല്ല. അവൻ എന്റെ കൂട്ടുകാരനാ, നീ എന്റെ പെണ്ണും. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാം അറിയുമ്പോ അവനോട് നീ മാപ്പ് പറഞ്ഞിരിക്കും. ഞാൻ പറയണോ? വേണം, നീ പറയണം. അതെ, സോറി. സോറിയോ? എന്തിന്? അത് ഞാൻ. നിങ്ങൾ അരവിന്ദനെയും ദാസിനെയും കണ്ടോ? അതിലൊരുവൻ സമ്പന്നനും മറ്റൊരുവൻ ദരിദ്രനും. പക്ഷെ പരസ്പരം പങ്കുവച്ച് പരിഭവങ്ങളോ അസൂയൊന്നുമില്ലാതെ അവരെ ഒരുമിച്ച് നിർത്തുന്ന ഒരു ബന്ധമുണ്ട്, സൗഹൃദം. ലോകത്തിലെ ഏറ്റവും മഹത്തായ ബന്ധം. അതിനിടയിൽ സോറിക്കും താങ്ക്സിനും ഒന്നൊരു സ്ഥാനമില്ലടോ. ഞാനതൊക്കെ എപ്പോഴേ കളഞ്ഞു. ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു. അതെ, എന്താ ഇത്ര ചിരിക്കാൻ? ഇങ്ങ് വാ, ഇങ്ങ് വന്നേ. എന്താ ഇത്ര നാണിക്കാനുള്ളത്? പറ. നാണമൊന്നുമില്ലളിയാ, പക്ഷെ ഞാനതെങ്ങനെ പറയും? എനിക്കറിയാം നിനക്ക് ഈ കാര്യത്തിൽ നാണവും മാനവും ഒന്നും ഇല്ലാന്ന്. ദാസേട്ടനൊരു ഉമ്മ വന്നേ ശോഭേ, ഒരു ഉമ്മ താ എന്റെ മുത്തേ. അയ്യോ, നീയായിരുന്നു. ഞാൻ വിചാരിച്ച ശോഭയുടെ അച്ഛനായിരിക്കുന്നു.
എടാ ചെറ്റേ, ഒരു മാതിരി മറ്റെടുത്ത പരിപാടിയാണെങ്കിൽ അതിന് ഞാനൊന്നും കാണിച്ചില്ലല്ലോ. എടാ സാമദ്രോഹി, ജീവിതത്തിലോ ഇങ്ങനൊരു ചാൻസ് കിട്ടിയിട്ടില്ല. സ്വപ്നത്തിലെങ്കിലും ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ അതിന്റെ ഇടയിൽ വന്ന് നശിപ്പിച്ച് കടലിലോടാ തെണ്ടി. അളിയാ, എനിക്കൊരു കാര്യം അറിയാം. എന്താന്ന് വെച്ചാ പറഞ്ഞു തൊലയ്ക്ക്. നിനക്ക് ശാലിനിയുടെ എന്താണ് ഇഷ്ടം? ഇതറിയാനാണോ രാത്രി നീ എന്നെ എണീപ്പിച്ചത്? നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. അത് സന്ദർഭം പോലെ ഇരിക്കും. അതെങ്ങനെ? അവളെ മുന്നിൽ നിന്ന് കാണുകയാണെങ്കിൽ ഒന്നും, അതല്ല പുറകിൽ നിന്ന് കാണുകയാണെങ്കിൽ മറ്റൊന്നും. അതല്ല അളിയാ ഞാൻ ഉദ്ദേശിച്ചത്. അവൾക്ക് മാത്രമായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവില്ലേ? അവൾക്ക് മാത്രമായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോന്ന് എനിക്കറിഞ്ഞൂടാ. ഇനി നിനക്കത് അറിയണമെങ്കിൽ നാളെ ഞാനത് അവളോട് ചോദിച്ചിട്ട് പറയാം. ഇപ്പൊ നീ ഒന്ന് പോയി കിടന്ന് ഉറങ്ങുമോ? അതല്ലടാ ദാസടാ. പിന്നെന്താ? അതല്ലടാ, ചിലരുടെ കണ്ണുകൾ, ചിലരുടെ ചിരി, ഓരോരുത്തർക്കും ഒരു പ്രത്യേകത ഉണ്ടാവും. നീ നമ്മുടെ ഭാമയുടെ ചിരി കണ്ടിട്ടില്ലേ? അത് കണ്ടാ മതി, ബാക്കിയൊക്കെ മറന്നുപോകും. ഇനി നീ അധികം സംസാരിച്ച കണ്ട സ്വപ്നം ഞാനും മറന്നുപോകും. ഇനി എന്നെ ശല്യം ചെയ്യാൻ വന്ന എന്റെ കളരി പരമ്പര ദൈവങ്ങളെ, കണ്ട സ്വപ്നം ബാക്കി കാണിച്ചു തരണേ. അളിയാ അളിയ എഴുന്നേക്കളിയ. എന്താടാ? അതല്ല അളിയ, എന്നെ സക്രിയ എന്ന് വിളിച്ചിരുന്ന ഭാമ ഇപ്പൊ കുറച്ചു നാളായി ഇയാൾ, താൻ എന്നൊക്കെയാ വിളിക്കും. അതെന്താ അളിയ? നിന്നെ ശരിക്കും വിളിക്കേണ്ടത് അതൊന്നുമല്ല. പിന്നെ നീ അളിയ, അവക്കൊരിടം വരെ പോണം. വീട്ടിൽ കാറുണ്ട്. പിന്നെന്തിനാ അവൾ എന്നോട് ചെല്ലാൻ പറഞ്ഞേ? നീ എന്തോന്നും മിണ്ടാത്ത അളിയ? നീ കിടന്നു. ഇവനിതെവിടെ പോയി? അളിയ, ഈ കൊച്ചുവെളുപ്പം കാലത്ത് നീ ഇതെങ്ങോട്ടാ? എങ്ങോട്ടും അല്ല, നീ മനുഷ്യനെ പച്ചപ്പാത്രയ്ക്ക് കിടന്നുറങ്ങാൻ സമ്മതിക്കണ്ടേ? അളിയ സോറി, നീ വേണം പോയി ഉറങ്ങിക്കോ. പല്ല് തേച്ചതിന് ശേഷം ഞങ്ങളുടെ തറവാട്ടിൽ ആരും ഉറങ്ങാറില്ല. എടാ പോത്താ, നിനക്കാ ഭാമേനെ ഇഷ്ടാണല്ലേ? എങ്കി പിന്നെ നിനക്കത് അവളോട് പറഞ്ഞുകൂടെ? അവളെന്നൊരു സുഹൃത്തായിട്ടാ കാണുന്നറിയാം. ശരിയാവില്ല. സക്രിയ നിന്നെ വിളിച്ചിരുന്നവൾ ഇന്ന് നിന്റെ പേര് വിളിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവൾ നിന്നെ ഒരു സുഹൃത്തായിട്ടല്ല കാണുന്നത്. അഥവാ ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ നിന്റെ അടുത്തില്ലേ 100 അടവുകൾ. സക്രിയ പെമ്പിളരെ വിളിക്കാൻ വേണ്ടി 100 വഴികൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനൊരു പെണ്ണല്ല ഭാമ. അവളുടെ സ്നേഹത്തിന് വേണ്ടി സക്രിയ മാറില്ല. ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും. അവള് സ്നേഹിക്കണമെങ്കിൽ ഈ സക്രിയ പോത്തിനെ തന്നെ സ്നേഹിക്കണം. ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണടയ്ക്കാൻ സമ്മതിച്ചിട്ടില്ല. അവൾ എവിടെയാ? അവളുടെ സ്പെഷ്യൽ എന്താ? എനിക്കറിയാം ഇതൊക്കെ. ഇതെവിടെ പോണു? ലൈബ്രറിയിലേക്കാ. ചെന്ന് പറളിയാ, പറ്റിയ അവസരം. അളിയ അതൊന്നും ശരിയാവില്ല അളിയ. ചെന്ന് പറട ഓളെ, അല്ലെങ്കിൽ ഞാൻ പോയി പറയാം. അളിയ ഇവന് നിന്നെ ഭയങ്കര ഇഷ്ടമുള്ളെന്നാ പറയുന്നേ. എന്നാ ഇവന് നിന്നെ ഇഷ്ടമല്ല, നിന്നോട്ട് കെട്ടത്തൂല, നീ എവിടെയാലും പോ. മതിയോ? കണ്ട നശിപ്പിക്ക്. എന്ത് മറ്റടുത്ത പരിപാടി കളിയാ? മയിൽപീലിയ എന്താണത്? ഇതെന്റെ കളിക്കൂട്ടുകാരി സമ്മാനിച്ചത്. അന്നവള് പറഞ്ഞിരുന്നു, വെളിച്ചം കാണാതെ പുസ്തകത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച ഇത് പ്രസവിക്കും. എന്നിട്ട് പ്രസവിച്ചോ? അവള് പ്രസവിച്ചു 3 എണ്ണം. ദാസ് പറഞ്ഞ കാര്യം സത്യാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ?
ഞാൻ അവസാനം ഇവിടെ വരുന്നത് അപ്പച്ചനും അമ്മച്ചിയും മരിച്ച ദിവസം, ഞാൻ അനാഥനായ ദിവസം. അതിനുശേഷം പ്രാർത്ഥിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടില്ല ഒന്നിനും. പക്ഷെ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ ചിലതൊക്കെ ആഗ്രഹിച്ചു പോവുക. ഈ ദീപങ്ങളെ സാക്ഷിയാക്കി ഞാൻ പറയാം, ഭാമ എനിക്കിഷ്ടമാണ് ഒരുപാട്. ഇതിൽ കൂടുതൽ എന്താ ഇനി നിങ്ങൾക്ക് അറിയേണ്ടത്? ഈ പറയുന്ന ഭാമയല്ലേ അരവിന്ദൻ വിവാഹം കഴിച്ചത്? അതാണോ സക്കറിയക്ക് അരവിന്ദനോട് പകയുണ്ടാവാൻ കാരണം? ഐ മീൻ, അതല്ലാതെ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ അരവിന്ദനെ കൊലപ്പെടുത്താൻ? അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. അപ്പോ ദേവനെയും ഗായത്രിയെയോ? ഈ സംഭവം നടക്കുന്നതിന് 2 മാസം മുമ്പ് ഞാൻ കോളേജിൽ വിട്ടിരുന്നു. കൽക്കട്ടയിൽ എനിക്കൊരു ജോലി കിട്ടി. പിന്നീട് നടന്നതല്ല ഞാൻ അറിഞ്ഞത് പത്രങ്ങളിലൂടെ ആയിരുന്നു. പ്രകാശനെ കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞേക്കും. ദാസ് നിർത്തിയെടുത്തൊന്നും ഞാൻ തുടങ്ങണം അല്ലേ? ദേവനുമായിട്ടുള്ള ബന്ധം ഗായത്രിയുടെ വീട്ടുകാരറിഞ്ഞു. അവരവൾക്ക് വേറൊരു വിവാഹം ഉറപ്പിച്ചു. അതറിഞ്ഞ് സക്കറിയ ഗായത്രിയെ വിളിച്ചിറക്കി ദേവനുമായിട്ടുള്ള വിവാഹം നടത്തി. ആ രാത്രി ശരി, നാളെ കാണാം. ദേവ, അവളുടെ കരച്ചിൽ ഇതുവരെ തീർന്നിട്ടില്ല. ദേവം പോയെന്ന് അവളെ സമാധാനിപ്പിക്കേ. അല്ല, ഇനി എപ്പോഴാ ഭാമി ഇങ്ങനെ ഒരു അവസരം ഞാൻ കൊണ്ടാക്കി തരുന്നത്? അതിന്റെ ഒരു ആവശ്യമില്ല മോനെ. എനിക്ക് എന്റെ അച്ഛനെ നന്നായിട്ട് അറിയാം. എന്റെ ഒരാഗ്രഹത്തിനും ഇതുവരെ എതിരെ നിന്നിട്ടില്ല. ഇറങ്ങാം ദേവാ, ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. ഞാൻ പോയിട്ട് നാളെ വരാം. ദേ പെണ്ണെ, വെറുതെ ഇങ്ങനെ കരയരുത്. ഇല്ല, നീ ടെൻഷൻ ആവണ്ട. നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ദിവസമല്ലേ ഇത്. ഗായത്രി വിഷമിക്കല്ലേ. വീട്ടുകാരുടെ ദേഷ്യമൊക്കെ കുറച്ചു കാലം ഉണ്ടോ. ഒരു കുട്ടിയൊക്കെ ആവുമ്പോ എല്ലാവരും എല്ലാം മറക്കും. ഇറങ്ങാം. ശരി, വാ. വേഗം പോവാം, നല്ല മഴ വരുന്നുണ്ട്. ഇതെന്താ പെട്ടെന്നൊരു മഴ? അളിയ, നിങ്ങൾ ഇവിടെ ഉണ്ടോ? അല്ലേ, ഞാൻ പെട്ടെന്ന് വരാം. ശരി, ബൈ. ഓക്കെ, ഓക്കെടാ. അങ്ങനെ പോത്തന്റെ ബംഗ്ലാവിൽ ഒരു പെണ്ണ് കയറി. മാറ്റിയിട പത്രമൊക്കെ. അല്ലളിയാ, കാലിഫോർണിയയിൽ യുവാവിന് യുവതികൾ തട്ടിക്കൊണ്ടുപോയി ബീജം കവർന്നു. ഇവിടെയുണ്ട് കുറെ പെണ്ണ്. എന്തു പറ്റടാ, നീ ഇടയ്ക്ക് സമയം നോക്കണ്ടല്ലോ. അല്ല, അവനിതുവരെ വന്നില്ലല്ലോ. എന്താടാ, എന്തു പറ്റി? അതെ, ഗായത്രി ജനലടുത്ത് ആരെ കണ്ടു. ഇവിടെ ഒന്നും ആരും കാണാനില്ലല്ലോ. കണ്ടതാ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഇവിടെ ആര് വരാനാ? നിനക്ക് തോന്നിയതാവും. എന്തായാലും നീ ജനലടച്ചിട്ട് കിടന്നു, ഞങ്ങൾ നോക്കിട്ട് വരാം. വാടാ. എടാ, ഇവിടെ ആരോ ഉണ്ട്. നീ ഇവിടെ നിൽക്ക്, ഞങ്ങൾ നോക്കിട്ട് വരാം. നീ ഇറങ്ങണ്ട, അകത്തേക്ക് പോ. അവിടെ അതെന്താ, ഞാൻ ഇതിലോ. അന്നായിരുന്നു ഞാൻ അവസാനമായിട്ട് സക്കറിയെ കണ്ടത്.
പിന്നീട് ദേവന്റെയും ഗായത്രിയുടെയും ശവശരീരങ്ങളാണ് ഞാൻ കാണുന്നത്. ഈ കൊലപാതകങ്ങൾ ചെയ്ത് സക്കറിയ ഒളിവിൽ പോയി എന്ന് പോലീസും മറ്റുള്ളവരും പറയുന്നു. പിന്നീട് സക്കറിയ പോത്തിനെ കുറിച്ച് യാതൊരു വിവരമില്ലേ? ഐ മീൻ, സാർ അന്വേഷിച്ചിരുന്നില്ലേ? സക്കറിയ ബോംബെയിൽ എവിടെയുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യമാണെന്ന് എനിക്കറിയില്ല. ഞാൻ അവനെ ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. പക്ഷേ എസ്റ്റേറ്റ് ഇരട്ട കൊലപാതകം നടന്ന രാത്രിയിൽ ഇനിയും പുറം ലോകം അറിയാത്ത മറ്റെന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈ കേസിൽ സക്കറിയ പോത്തൻ നിരപരാധിയാണെങ്കിൽ സക്കറിയ പോത്തന്റെ പക വീട്ടിലും ആവാം ഈ കൊലപാതകം. ഐ മീൻ, അറ്റ്ലീസ്റ്റ് ഐ ബിലീവ് സോ. That means the murders will be continued. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം മറ്റൊരാളുടെ സഹായമില്ലാതെ അയാൾക്ക് ഒറ്റയ്ക്ക് എങ്ങനെ? മരണശേഷം നിന്റെ വരവിനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അവൾക്കറിയാമായിരുന്നു രഹസ്യം. അവൾ അതിനൊരു വിലയിട്ടു. ദാസേ, അവസാനത്തെ ഊഴം നിന്റെതാ. പിന്നിലൊരാളില്ലാതെ നിന്റെ മുന്നിൽ ഞാൻ വരില്ലല്ലോ പ്രകാശ. നഗരത്തിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതക പരമ്പര പോലീസിന്റെ അനാസ്ഥയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നഗരത്തിൽ കൊലപാതക പരമ്പര, പോലീസിന്റെ അനാസ്ഥ. നോൺസെൻസ്. വാട്ട് ഈസ് ഓൾ ദിസ്? തനിക്ക് എന്ത് എക്സ്പ്ലനേഷൻ ആണോ തരാനുള്ളത്? സാർ, തുടർച്ചയായി നടന്ന 3 മർഡേഴ്സിൽ 2 മർഡറിന് എസ്റ്റേറ്റ് കൊലക്കേസുമായി നേരിട്ട് ബന്ധമുണ്ട്. അരവിന്ദ് മേനോൻ, മേരി അവർ സക്രിയ പോത്തിനെതിരെ മൊഴി കൊടുത്തവരാണ്. ബട്ട് പ്രകാശൻ അയാൾ ഈ ഫ്രെയിമിനെ ഇല്ലാത്ത ഒരാളാണ്. സോ നെക്സ്റ്റ് കുഡ് ബി ജേക്കബ് സ്റ്റീഫൻ ഓർ എനിബഡി. നോൺസെൻസ്. ഹലോ സാർ, ഇനിയൊരു കൊലപാതകം ഉണ്ടാകാതിരിക്കാനും സത്യം പുറത്തു വരാനും എസ്റ്റേറ്റ് കൊലക്കേസ് നമ്മൾ റീഓപ്പൺ ചെയ്യണം. വൈ? സാർ, എസ്റ്റേറ്റ് കൊലക്കേസിൽ സക്രിയ പോത്തൻ നിരപരാധിയാണെന്നുള്ളതാണ് എന്റെ നിഗമനം. നോ, നെവർ. 30 കൊല്ലം പോലീസ് റെക്കോർഡ്സിൽ വാണ്ടഡ് ക്രിമിനലായിരുന്ന ഒരാൾ അതേ കേസിൽ നിരപരാധിയാണെന്നുള്ള ഊഹത്തിൽ കേസ് റീഓപ്പൺ ചെയ്താൽ പബ്ലിക്കിന്റെ മുമ്പിൽ ഡിപ്പാർട്ട്മെന്റിന് എന്ത് ക്രെഡിബിലിറ്റി ഉണ്ടാവും? ഇതെന്താന്ന് വെച്ചാ ഞാൻ നോക്കിക്കോളാം. തനിക്ക് പറ്റിയ പണി ട്രാഫിക്കാ. സാർ, ഞാൻ വേറൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാനും എന്റെ ചിറ്റപ്പനും കൂടി വയനാട്ടിലൊരു ജൈവകൃഷിയുടെ ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനൊരു 6 മാസം ലീവിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. സാറൊന്ന് കൺസിഡർ ചെയ്യണം. താങ്ക് യു സർ. Good morning, everybody. Please sit.
സർ, പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന റൂമറിനെ പറ്റി കേസിന്റെ അന്വേഷണ ചുമതലയിൽ നിന്നും ACP അശോക് ചന്ദ്രയെ നീക്കി പകരം മറ്റൊരു ഓഫീസർ ചാർജ് എടുക്കും. കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ സഹായത്താൽ വരച്ച് സക്രിയ പോത്തന്റെ രേഖാചിത്രം. പോലീസിന്റെ മുഖം രക്ഷിക്കാനുള്ള സ്ഥിരം നടപടിയുടെ ഭാഗമാണോ ഇതും? നെവർ. സക്രിയ പോത്തനെ കുറിച്ച് ഇൻഫോം ചെയ്യുന്നവർക്ക് ഗവൺമെന്റ് 5 ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ടുണ്ട്. ദ ഗവൺമെന്റ് ഹാസ് ഓഫേർഡ് 5 lakhs. സർ സക്രിയ പോത്തന സർ സക്രിയ പോത്തിന് മറ്റാരുടെയും നത്തിങ് മോർ. സർ Now that's all. The meeting is over. സക്കറിയ പോത്തന്റെ പക തുടരുന്നു. Who is next? Well done. Good work, Kamala. No need to assist anymore. You can do the story by yourself. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. Welcome. ഇപ്പതാ പ്രകാശനം എന്തിനു വേണ്ടി? ജീവന തുല്യം സ്നേഹിച്ചിട്ടും എന്നെ വഞ്ചിച്ച സക്കറിയ, സ്വത്തിന് വേണ്ടി എന്നെ സ്വന്തമാക്കിയ അരവിന്ദൻ, 2 ആണുങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടും കഴിഞ്ഞ 20 വർഷമായി ഞാൻ ഒറ്റയ്ക്കാണ് ദാസ്. ഒരുപാട് വൈകിപ്പോയെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കറിയണം നടന്നതെന്തെന്നും സക്കറിയ എവിടെയെന്നും. നീ എപ്പോ വന്നു? ഓ, അവിടുത്തെ ജോലി ഒരു സുഖമില്ലായിരുന്നു. ഞാനിങ്ങ് നീ വന്നാ എന്തായാലും നന്നായി. ഇന്ന് ദേവന്റെയും ഗായത്രിയുടെയും കല്യാണമായിരുന്നു. ലൈറ്റ് അടയ്ക്കുന്നതിന് മുമ്പ് ചെന്നാലേ അവനെ അവളെ ഒന്ന് കല്യാണ വേഷത്തിൽ കാണാൻ പറ്റും. അറിയാ, കൺഗ്രാജുലേഷൻസ്. എന്താ ഒരു സന്തോഷക്കുറവ്? നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? അവന്മാരോട് പോയി. ജനലിന് പുറത്ത് ഗായത്രി ഒരാളെ കണ്ടു. അവന്മാർ അയാളുടെ പുറകെ പോയതാ. ഇവളാകെ പേടിച്ചിരിക്കുക. ഇവിടെ പാരാ. നീ ഒരു കാര്യം ചെയ്യ്, നീ ഗായത്രി കൊണ്ട് അകത്തോട്ട് പോ. ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാം. നീ പോ, കഥ കടച്ചു. ഞങ്ങൾ ഒന്ന് തുറന്നാൽ മതി കേട്ടോ. പോ. നീ ഒരു കാര്യം ചെയ്യ്, നീ അങ്ങോട്ട് പോയി നോക്ക്. ഞാൻ അങ്ങോട്ട് പോ. സൂക്ഷിച്ച് വാ. നീ അകത്തേക്കല്ലേ? ഞാൻ വരാം.
അരവിന്ദ നീ പ്രകാശ അവനോടെ പോയി. ദേവാ, നീ എന്നോട് ക്ഷമിക്കണം. എനിക്ക് അരവിന്ദന്റെ കൂടെ നിന്നെ പറ്റൂ. പ്രകാശ എനിക്ക് ആള് മാറിപ്പോയതാടാ. കാള് മാറിപ്പോയതല്ല, നീ കാര്യം പറയാനെന്താ? ഭാമ എനിക്ക് വേണം അവളെ. നിന്നൊക്കെ മുമ്പ് അവളെ സ്റ്റേജിൽ ഞാനാണോ? പെണ്ണിന് വേണ്ടി അവളെ ഇഷ്ടമായിരുന്നത് ഞാൻ വിട്ടുതരുമായിരുന്നല്ലോടാ. എനിക്കറിയാവണ പോത്താ, കൂട്ടുകാർക്കൊണ്ട് നീ എന്തും വിട്ടുകൊടുക്കുമെന്ന്. പക്ഷേ അങ്ങനെ നീ വേണ്ടെന്ന് വിചാരിച്ച കിട്ടുന്ന ഒന്നാണോടാ നിന്നെ സ്നേഹിക്കുന്ന പെണ്ണിന്റെ മനസ്സ്. എനിക്ക് അവളെ നഷ്ടപ്പെടുന്നതും നീ അവളെ സ്വന്തമാക്കുന്നതും എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് അവളെ കിട്ടണമെങ്കിൽ അവളെ നിന്നെ വെറുക്കണം. അതിനെനിക്കധികം സമയമൊന്നും വേണ്ടടാ. അതിനീ രാത്രി ധാരാളം. ഒന്നുമില്ല ദേവാ. പ്രകാശ് ദേവാ 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 എടുത്തിറ വണ്ടിയിലേക്ക്. SP ആയിരുന്ന അരവിന്ദന്റെ അച്ഛൻ
പൂർവ്വ വൈരാഗ്യത്തിന്റെ പേരിൽ കൊല നടത്തിയിട്ട് സക്കറിയ ഒളിവിൽ പോയെന്ന് വരുത്തി തീർത്തു. മേരിയും പിന്നെ ജേക്കബ് സ്റ്റീഫനും കള്ളസാക്ഷി പറഞ്ഞു. അരവിന്ദന്റെ സഹായത്താൽ പ്രകാശൻ ബിസിനസ്സുകാരനായി വളർന്നു. അവർക്കെതിരെ നിൽക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. എല്ലാത്തിനും ഞാൻ ഒളിച്ചോടുകയായിരുന്നു. ഭാമയോട് പോലും ഈ സത്യം പറയാൻ ഞാൻ ഭയപ്പെട്ടിരുന്നു. സ്നേഹത്തിന്റെ പൂക്കളും പിന്നെ മരണത്തിന്റെ ചോരയും മഴയായി പെയ്ത ആ രാത്രിക്ക് ശേഷവും ദാസ് ഈ ഭൂമിയിലുണ്ട്, ഉണ്ടെന്നേ പറയാനാവൂ. കൃത്യമായി പറഞ്ഞാൽ സക്കറിയ പോത്തൻ മരിച്ച ആ രാത്രി മുതൽ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരാൻ ധൈര്യം സംഭരിച്ച കുറേയേറെ വർഷങ്ങൾ. കുറേയേറെ വർഷങ്ങൾക്ക് ശേഷം നീ വന്നിരിക്കുന്നു. കാത്തിരിക്കുകയായിരുന്നു നിന്റെ വരവിനായി. ഇക്കാലം അത്രയും എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്ന സക്രിയ പോത്തൻ ഇന്നിവിടെ അവസാനിക്കുകയാണ്, എന്നേക്കുമായി. ഞാൻ കുഴിച്ചുമൂടിയ ഭൂതകാലത്തിന്റെ ഓർമ്മകളും പേറി വന്ന സക്രിയ പോത്തന്റെ കത്തുകളുടെ പിന്നിൽ നീയായിരുന്നുവല്ലേ ദാസ്? പിന്നിൽ ഒരാളില്ലാതെ നിന്റെ മുന്നിൽ ഞാൻ നിൽക്കില്ലല്ലോ അരവിന്ദൻ. ഞാൻ മരിക്കാൻ നേരം കണ്ണടയ്ക്കുമ്പോൾ അവസാനമായി കാണുന്ന മുഖം നിന്റേതായിരിക്കണം. ഭാമേ, എസ്റ്റേറ്റ് കൊലപാതക കേസിലെ പ്രതി സക്കറിയ പോത്തൻ കേസ് നിർണായക വഴിത്തിരിവിലേക്ക്. പോലീസിന്റെ ലുക്കൌട്ട് നോട്ടീസിലെ സക്കറിയ പോത്തന്റെ രൂപസാദൃശ്യമുള്ള ഒരാളെ വിശാഖപട്ടണം പോർട്ടിൽ വെച്ച് ലോക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. പുതിയതായി ചാർജ് എടുത്ത ഇൻവെസ്റ്റിഗേഷൻ ടീം വിശാഖപട്ടണത്തേക്ക് പുറപ്പെട്ടു. ഒരേ മുഖം തിരഞ്ഞു നാം ഒരേ മുഖം ആരാണിയൊരുവൻ ഒരേ മുഖം തിരഞ്ഞു നാം ഒരേ മുഖം ആരാണിയൊരുവൻ. മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്നവരെല്ലാം ക്രിസ്തുവല്ല. അവർ അന്വേഷിക്കട്ടെ. നമുക്കറിയാം സക്കറിയ പോത്തൻ എവിടെയെന്ന്. യാത്രയിലെ വഴി കാവൽ നിൽക്കും, കാണാൻ കണ്ണിൽ കാലം നൽകും, ജനിയും മൃതിയും മാറ്റും നമ്മൾ ചേരുവതെന്തിനു നാം ഒരു പോലൊരു യാത്രയിലെ വഴി. മൂന്നാം